പരിചിതമായൊരു ഭാഗമാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഒന്നുകൊണ്ടൊന്ന് പറഞ്ഞാട്ട്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. അപ്പോൾ അതിനൊരു അന്നത്തെ ഒരു പഴയ നിയമ പശ്ചാത്തലങ്ങൾ, സാമൂഹികമായ ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. പ്രതിസന്ധികളിലൊക്കെ മനുഷ്യർക്ക് ഓടിച്ചെല്ലുവാനായിട്ടുള്ള സങ്കേത നഗരങ്ങൾ, അഭയങ്ങൾ, കോട്ടകൾ, കോട്ടക്കുത്തളങ്ങൾ. ഇപ്പോൾ ഇവിടെ പക്ഷേ എഴുത്തുകാരൻ പറയുന്നത് എനിക്കങ്ങനെ ഓടിച്ചെല്ലുവാനായിട്ട് ഒരു ഗോപുരമുണ്ട്. അത് വെറും ഒരു ഗോപുരമല്ല, വളരെ ശക്തമായൊരു ഗോപുരമാണ്. ആ ഗോപുരം ബലമുള്ളതാണ്. അതിലേക്ക് എനിക്ക് ഓടിച്ചെല്ലുവാനായിട്ടുള്ള ഗോപുരത്തിൻ്റെ പേര് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ഒന്നുകൂടെ എല്ലാവരും ചേർന്ന് പറഞ്ഞേ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തായിട്ട് നമുക്കായിട്ടുള്ള ആ നാമം, ഓടിച്ചെല്ലുവാനായിട്ടുള്ള ഒരു നാമം. ഈ നാമത്തെ പരിചയമില്ലാത്ത ആരെങ്കിലും ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ നാമത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മുൻവിധികളെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ആൻഡ് സീ, ഇതൊന്ന് പരിശോധിച്ച് നോക്കുക, പരീക്ഷിച്ച് നോക്കുക. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു നാമം. ആ നാമത്തെ, യഹോവയുടെ നാമം, പേര്, ദൈവത്തിൻ്റെ പേര്, യഹോവയുടെ നാമം. ഞാനിത് സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. എങ്കിലും എന്നെ ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതാനുഭവങ്ങളിലും ശുശ്രൂഷയിലും ശക്തീകരിക്കുന്നൊരു വാക്കാണ് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ഇപ്പം നാമം എന്നൊക്കെ പറയുമ്പോൾ നാമത്തിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട്. അർത്ഥവത്തായ ഒന്നാണ് നാമം, പേരെന്നൊക്കെ പറയും. ഇന്ന് പലർക്കും പേരിടുന്നത് വെറുതെ അങ്ങിടുക. നെറ്റിലൊക്കെ തപ്പിയിട്ട് വലിയ വലിയ കടുകെട്ടിയ പേരും ജർമ്മനും ഫ്രഞ്ചും ഭാഷകളൊക്കെ നോക്കി എവിടെ നിന്നെങ്കിലും. ഞാൻ പല പിള്ളേരോട് ചോദിച്ചിട്ടുണ്ട്, കൊച്ചുങ്ങളെ നിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ. പ്രത്യേകിച്ച് അർത്ഥമൊന്നും ആർക്കും അറിയില്ല, ചുമ്മാ അങ്ങ് പേരിടുക. അങ്ങനെയൊന്നും പേരിടല്ല. പേരിടുമ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവത്തോട് ചോദിച്ച് ആ കൊച്ചിനെക്കുറിച്ചുള്ള അല്ലെ കുട്ടിയെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയൊക്കെ അറിഞ്ഞ് വേണം പേരിടാൻ. കാരണം പേരിന് അർത്ഥമുണ്ട്. പേര് നല്ലപോലെ പ്രാർത്ഥിച്ച് വേണം ഇടുവാനും. ആരോ പേരിട്ടെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യം ഒരു കുഞ്ഞുണ്ടായി, അവൻ അനീഷ് എന്ന് പേരിട്ടു. രണ്ടാമതൊരു കുഞ്ഞുണ്ടായി, സുനീഷ് എന്ന് പേരിട്ടു. മൂന്നാമതൊരു ആ പെൺകുഞ്ഞ് ആഗ്രഹിച്ചത്, പക്ഷെ കിട്ടിയത് ആൺകുഞ്ഞ്. അവർ പേരിട്ടു ഫിനിഷ് എന്ന് പേരിട്ടു. അനീഷ്, സുനീഷ്, ഫിനിഷ്. അവൻ ഫിനിഷായത്. അങ്ങനല്ല പേരിടേണ്ടത്, പേര് പ്രാർത്ഥിച്ച് വേണം. അപ്പോൾ ഇവിടെ പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ നാമങ്ങളെ നോക്കാം. യഹോവയുടെ നാമം, ദൈവം തൻ്റെ നാമത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ പോയിട്ട് ഇസ്രായേൽ ജനത്തോട് പറയണം, എൻ്റെ ജനത്തെ വിട്ടയക്കാൻ വേണ്ടി പറയണം. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടി മോശയോട് ദൈവം ആവശ്യപ്പെടുന്നു. മോശ പോകുന്നു. മോശ പോയപ്പോൾ മോശ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ചയാണ് അത്ഭുതകരമായ കാഴ്ച. ചെന്നപ്പം മുൾപ്പടർപ്പ് കത്തുകയാണ്. പക്ഷേ അവൻ അടുത്ത് ചെന്നപ്പം ഒരു കാഴ്ച കണ്ടു. മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷേ മുള്ളെന്ത് ചെയ്യുന്നില്ല, വെന്തു പോകുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഈ അത്ഭുതകരമായ കാഴ്ച എന്തെന്നറിയാൻ വേണ്ടി താൻ അടുത്ത് ചെന്നു. ഈ കാഴ്ച കാണാൻ വേണ്ടി താൻ അടുത്ത് ചെന്നപ്പോഴാണ് ഈ നാമത്തെ താൻ പരിചയപ്പെടുന്നത്. ഈ കാഴ്ച എന്താ? മുള്ള് കത്തുന്നുണ്ട്, പക്ഷെ മുള്ള് വെന്തു പോകുന്നില്ല. ദൈവമക്കളെ, നമ്മളും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പുറത്തുനിന്ന് പല്ലും നോക്കുമ്പോൾ ഈ കാഴ്ച കാണാം. ഈ കാഴ്ച വലിയൊരു കാഴ്ചയാണ്. മുള്ളുണ്ട്, മുള്ളെല്ലാവർക്കും ഉണ്ട്. ആ മുള്ള് ചെല്ല് വന്നപ്പോൾ അത് കത്തി പോയി. പക്ഷേ ഈ മുള്ള് കത്തുന്നുണ്ട്, പക്ഷെ വെന്തു പോകുന്നില്ല. മുള്ള അവിടെ തന്നെ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കണം? എനിക്ക് അറിയാവുന്നൊരു വാത്സല്യ സഹോദരൻ, ഒരു പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ്. അദ്ദേഹത്തിനൊരു കഷ്ടിച്ച് ഒരു 1.5 ലക്ഷം രൂപ കടമുണ്ട്. താൻ വൈകിട്ട് ഭാര്യയെ കിടക്കാൻ വിളിച്ചു. ഇപ്പം പറഞ്ഞു, നീ കിടന്നോളാം പറഞ്ഞു. ഒരു ഫ്ലാസ്കിൽ കട്ടൻ കാപ്പി അനത്തി വെച്ചേക്കാൻ പറഞ്ഞു. കാപ്പിയും കുടിച്ച് ബീഡിയും പുകച്ചിങ്ങനെ ഇരിക്കുക. ഇപ്പോൾ സാധാരണ അങ്ങനെ ഇരിക്കുന്ന ചിന്തിച്ച് പാർട്ടിക്കാരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന. അപ്പോൾ അവരോർത്ത് കുഴപ്പമില്ലായിരിക്കുന്നു. 1-2 വട്ടം നോക്കിയപ്പോൾ ഇള് ബീഡിയും വലിച്ചിരിപ്പുണ്ട്. സാരമില്ല, അയാൾ വന്ന് കിടന്നോളൂ. പക്ഷെ നേരം വെളുത്തപ്പോൾ അവർ കണ്ട കാഴ്ച ഒരു എഴുത്തുമായിട്ട് പറങ്കാവെ തൂങ്ങി നിൽക്കുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഇവർ വല്ലാതെ വിഷമിച്ചു. ആ മടക്കത്തിന് കുഞ്ഞുങ്ങൾ നെഞ്ചത്തടിച്ച് കരിഞ്ഞ് പറയുന്ന ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, ദൈവമേ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന. അയാളോട് ചോദിച്ചപ്പോൾ അയാളുടെ കഴുത്തിനകത്ത് കഷ്ടിച്ച് 2 ലക്ഷത്തിൽ താഴെ ഒരു 1.5 ലക്ഷം രൂപയുടെ കടമാണ് ഇങ്ങനെ ഈ പ്ലാവെ കൊണ്ട് കയറ്റി, ഈ പറങ്കാവെ കയറ്റിയത്.
1,00,000 കട. അവർ നെഞ്ചത്തടിച്ച് പറയും, ഇവിടെ ഇരിക്കുന്ന 2 പശുവിനെ വിറ്റായി കടം വീടും. പക്ഷേ ഈ കടമുണ്ടെന്ന് പോലും ഈ മനുഷ്യനൊന്നും പറഞ്ഞില്ലല്ലോ ദൈവമേ. കരയുക. അത്രയ്ക്ക് വീട്ടാനുള്ള പ്രാപ്തി എല്ലാവർക്കും ഇല്ലേ? പാർട്ടി സുഹൃത്തുക്കൾ വന്ന് പറയുന്നു, ഇയാളൊരു വാക്ക് പറഞ്ഞായിരുന്ന ഞങ്ങളെല്ലാം കൂടെ പിരിച്ചെന്നാലും ഈ കടം വീട്ടത്തില്ലേ. പക്ഷേ ഇയാൾ പറഞ്ഞില്ല. അപ്പോഴും ഞാൻ കാണുന്നു 1-2 കോടി രൂപയുള്ളവർ ആകാശം വട്ട തുള്ളി ചേട്ടന്ന് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടി ഉള്ളതുകൊണ്ടായിരിക്കും ചാടുന്നത്. തൊലിക്കെട്ടി ഉള്ളതുകൊണ്ട് തന്നെയല്ല, നാണമില്ലാത്തതുകൊണ്ട് തന്നെയൊന്നുമല്ല ചാടുന്നത്. അവർക്കറിയാം ഈ മുള്ളൊക്കെ മാറിപ്പോവും. ഈ മുള്ള് 1,00,000 ഉള്ളവൻ ചാകുമ്പോൾ 1.5 കോടി ഉള്ളവൻ ചിരിക്കാൻ കാരണമുണ്ട്. അവർക്കറിയാം ഈ മുള്ളിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ഒരു കൃപയുടെ ആവരണമുണ്ട്. ചില മുള്ളുകൾ ചിലരെ അങ്ങ് ഒതുക്കി കളയും. എന്നാൽ നമുക്കും മുള്ളുകളില്ലാഞ്ഞിട്ടല്ല ഒതുങ്ങിപ്പോകാത്തത്, മുള്ളുള്ളപ്പോഴും അതിൻ്റെ മുകളിലൊരു ദൈവകൃപയുടെ ആവരണം ഉള്ളത് കൊണ്ടാണ്. അതനുഭവിച്ചിട്ടുള്ളവർ ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. മുള്ളുകളുണ്ടല്ലേ, എല്ലാവർക്കും ഉള്ള മുള്ളുകളൊക്കെ ഉണ്ട്. എല്ലാത്തിനും മാറിയൊന്നുമല്ല നടക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസം, ഇതിനെ ആ വേർപാടെന്ന് വിളിക്കുക. അപ്പുറത്ത് ആ മുള്ളു വന്നവർ നെഞ്ചത്തടിച്ച് കരയുന്നു, വല്ലാതെ വിഷാദ രോഗത്തിലേക്ക് പോകുന്നു. അതേ പ്രശ്നമുള്ളവർ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് അതിനകത്ത് അവരൊരു നാമത്തെ രുചിക്കാൻ കഴിയുന്നതുകൊണ്ട് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. അങ്ങനെ ഈ നാമം അവിടെ വെളിപ്പെടുകയാണ്. മോശയോട് ദൈവം പറയുന്നു, നീ പോയിട്ട് പറയണം എൻ്റെ ജനത്തെ ആരാധനയ്ക്കായിട്ട് വിട്ടയക്കണമെന്ന് പറയുമ്പോൾ മോശ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ഞാനവിടെ ചെന്നിട്ട് എൻ്റെ ദൈവം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവരൊരു ചോദ്യം ചോദിക്കും, ആ ദൈവത്തിൻ്റെ പേരെന്താന്ന് ചോദിക്കും. ഞാൻ എന്താ പറയേണ്ടത്? അപ്പം ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം വാട്ട് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. യഹോവ എന്നാകുന്നു എൻ്റെ നാമം. ഇത് വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു. നമ്മളെ ഇപ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പിതാവാം ദൈവം അത് പറയുമ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നോക്ക്, നമ്മളോടിപ്പം പറയുകയാണ്, വരുന്ന ഞായറാഴ്ച ഹോളിൽ ആരാധന കഴിഞ്ഞിട്ടൊരു പ്രത്യേക കാര്യമുണ്ട്. ആ കാര്യം മറ്റൊന്നല്ല, നിങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവുകയാണ് സഭയുടെ എല്ലാവരുടെയും കൂടെ എന്നെങ്ങാണ് ഒന്ന് പറഞ്ഞു പോയെങ്കിൽ അന്ന് വെറുതെ പോകുമോ? ഇല്ല. ഏറ്റവും നല്ല സാരിയൊക്കെ എടുത്ത് അന്ന് ഏതായാലും കരമടിച്ചൊന്നും ആരാധിക്കത്തില്ല, വളരെ സൂക്ഷിച്ചൊക്കെ ഇരിക്കത്തുള്ളൂ. കാരണം യോഗം കഴിഞ്ഞ് എന്തുണ്ട്, ഫോട്ടോ എടുപ്പ് കഴിഞ്ഞപ്പം അന്ന് തൊട്ട് ചോദിക്കാൻ തുടങ്ങും പാസ്റ്ററോട്, പാസ്റ്ററെ എന്നാണ് ഫോട്ടോ കിട്ടുന്നത് ചോദിച്ചിരിക്കും. ബുദ്ധിയുള്ള പാസ്റ്ററാണ് ഫോട്ടോ കിട്ടുന്ന അന്ന് രാവിലെ, ശാർവായോഗത്തിൻ്റെ അന്ന് രാവിലെ ഫോട്ടോ കിട്ടിയ ഈ ഫോട്ടോ മിക്കവാറും എല്ലാവരും കിട്ടുന്ന ഞായറാഴ്ചയല്ലേ. ബുദ്ധിയുള്ള പാർസാണെങ്കിൽ അത് രാവിലെ കൊടുക്കത്തില്ല, സഭായത്തിന് മുമ്പ്. കാരണം അന്ന് യോഗം നടക്കത്തില്ല. കാരണം എല്ലാവരും എന്തോ നോക്കിക്കൊണ്ടിരിക്കും, ഫോട്ടോ. എന്നാലും ആകാംക്ഷയോടെ അവസാനം ഫോട്ടോ കിട്ടി. ഓടിച്ചെന്ന് നിങ്ങൾ ഈ ഫോട്ടോ മേടിച്ചാൽ നിങ്ങൾ ആദ്യം കർത്താവേ, ഞാൻ ഉണ്ടില്ലെങ്കിലും അവളെ ഉടിപ്പിക്കണം, ഞാൻ കഴിച്ചില്ലെങ്കിൽ അവളെ കഴിപ്പിക്കണം, അങ്ങനെയും നോക്കണം. ഇതൊക്കെ സത്യമാണ്. എന്നാലും പെറ്റ കൊച്ച്, നമ്മുടെ വയറ്റിൽ നിന്ന് പോയ കൊച്ചിൻ്റെ മുഖം ആദ്യം നോക്കുമോ, നമ്മുടെ മുഖം നോക്കുമോ? കള്ളം പറയല്ലേ. ആരെ ആദ്യമായിരിക്കും ആദ്യം നോക്കുന്നേ? അവനവനെ നോക്കിയിട്ട് പെറ്റമ്മ മറന്നാലും നോക്കാം, നമ്മളൊക്കെ പാടും. അവനവനെ നോക്കിയിട്ടേ പിള്ളേരെ നോക്കത്തുള്ളൂ. ആദ്യം എല്ലാവരും ആ ഫോട്ടോയിൽ നോക്കുന്ന ആരുടെ മുഖമായിരിക്കും? നമ്മുടെ മുഖം. അപ്പം നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ആരെ തന്നെയാണ്? നമ്മളെ തന്നെ. ഈ നമ്മൾ ഭയങ്കര അപകടകാരിയാണ്. ഇതാണ് അവിടെ കാണുന്നത്, ഞാനാകുന്നവൻ ഞാനാകാം. എന്താ അതിൻ്റെ അർത്ഥം? നോക്കിക്കേ, നമ്മളെപ്പോഴും എല്ലാവരും പറയുന്നൊരു ക്ലെയിമുണ്ട്. എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയ ചില ക്ലെയിമുകളുണ്ട്. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ വർത്തമാനം പറയുമ്പോൾ അമ്മമാർ പറയും, പാസ്റ്റർക്കറിയാമോ, ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ എന്തായിരുന്നു അറിയാമോ? ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടു പാസ്റ്റേ, ഈ പിള്ളേരെ വളർത്താൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത്. ഞാനിവിടെ വന്നപ്പോൾ അവരിങ്ങനെയായിരുന്നു, അങ്ങനെ ഇതെല്ലാം ഞാനാണ്. ആര്? ഞാൻ. അപ്പോൾ ചില ആന്റിമാരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പം ഭർത്താവ് നേരത്തെ മരിച്ചു പോയെന്ന്. ഓ ഇല്ല, പുള്ളി പച്ചക്കഥക്കനെ അവിടെ നിൽപ്പുണ്ട്. എന്നാലും പറയും, ഇതെല്ലാം ആരാണ്? ഞാനാണ്. ഈ ലോകത്തിൽ ഏറ്റവും അപകടപ്പെട്ട ഒരു വാക്ക് ഞാൻ എന്ന് പറയുന്നൊരു വാക്കാണ്. എല്ലാവരും പറയും, ഈ പെങ്ങന്മാരെ എല്ലാം കെട്ടിച്ച് വിട്ടത് ഞാനാണ്, പിള്ളേരെ എല്ലാം പഠിപ്പിച്ചത് ഞാനാണ്, അനിയന്മാരെ എല്ലാം വളർത്തി വലുതാക്കിയത് ഞാനാണ്, സഭ ഇത്രയാക്കിയത് ഞാനാണ്, എല്ലാം ഞാനാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയല്ലേ. ഈ ഞാനെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. ഈ ഞാൻ എന്തെങ്കിലും നടക്കാൻ ഒത്തെങ്കിൽ അത് ഈ ഞാൻ്റെ കൃപ കൊണ്ടല്ല, നമ്മൾ കാണാത്തൊരു ഞാൻ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ദർ ഇസ് എ ബിഗ് ഐ ബിഹൈൻഡ് ഇറ്റ്. ഞാനും നീയും കാണാത്തൊരു കരം, യഹോവയുടെ ഭുജം,
അതും മോശയുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ് മോശ ചെങ്കടലിനെയൊക്കെ അവൻ്റെ കരം നീട്ടിയപ്പോൾ വേദപുസ്തകം പിന്നെ പഠിപ്പിക്കുന്നുണ്ട്, ആ കരത്തിൻ്റെ അകത്ത് മറ്റൊരു കരം വരപ്പെട്ടു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെടും? ലിവിയാഥാൻ്റെ തല തകർത്തതും ചെങ്കടലിനെ വിഭാജിക്കുന്നതൊന്നും മോശയല്ല, മോശ ഒരു മാധ്യമം മാത്രമായിരുന്നു. പക്ഷേ ആ കരത്തിനകത്ത് വെളിപ്പെട്ട മറ്റൊരു കരമുണ്ട്. ഇന്ന് രാത്രി നമുക്കും പറയാൻ കഴിയണം, ഞാനല്ല കർത്താവേ, തമ്പുരാൻ്റെ കരം എൻ്റെ കൂടെ ഇരുന്നു കൊണ്ട്, ഞാനല്ല, ദൈവത്തിൻ്റെ കൃപ എൻ്റെ കൂടെ ഇരുന്നു കൊണ്ട്. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാനല്ലല്ലോ, എൻ്റെ കൂടെ ഇരുന്ന ദൈവകൃപ, എന്നെ പ്രാപ്തനാക്കുന്ന ദൈവകൃപ, നിങ്ങളെ പ്രാപ്തരാക്കുന്ന ദൈവകൃപ, അതല്ലേ അതിൻ്റെ സത്യം. ഞാനല്ല, പിന്നെ ആര്? ദൈവമാണ്. അതുകൊണ്ട് ആരും എൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം ആരും കവർന്നെടുക്കരുത്. ഇനി എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ പോലും കൂട്ടി പറയണം, ഞാനല്ല, കൃപയാൽ ഞാൻ. അത് വലിയ വിനയം കാണിക്കാൻ വേണ്ടി പറയുമൊന്നുമല്ല, അതതിൻ്റെ പരമാർത്ഥമായതുകൊണ്ട് പറയുക. പക്ഷേ ചിലപ്പോൾ ഈ സെൽഫ് ബൂസ്റ്റിംഗ് ഒക്കെ എടുക്കുക എല്ലാവരും. ഞാൻ ഭയങ്കര അപകടം. ഞാൻ കൊച്ചിലെ തമാശയ്ക്ക് അന്നേരം ഒരു പറഞ്ഞ ആളെ കേട്ടേ, ഒരു തെങ്ങിൻ്റെ മണ്ടേന്നൊരു മനുഷ്യൻ വീഴുക. തെങ്ങിൻ്റെ മണ്ടേന്ന് വീണപ്പോൾ അയാൾ ആ വരുന്ന വഴി താപ്പോട്ട് നോക്കിയപ്പം കണ്ടൊരു കാഴ്ച, അവിടെ വലിയൊരു കല്ല് കിടക്കുന്നു. അപ്പോൾ അങ്ങേർക്ക് തോന്നി, ഈ വരുന്ന വഴി താൻ വീണാൽ കല്ലിൽ തൻ്റെ തലയെന്നടിക്കുകയും പൂക്കല പോലെ അത് ചെതറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഈ മനുഷ്യൻ ചെയ്തത് വരുന്ന വഴി കാലും മടക്കി തെങ്ങിനിട്ട് ഒറ്റ അട്ടി വെച്ച് കൊടുത്തു. അതുകൊണ്ട് ഞാൻ അവിടെ വന്ന കല്ല് വീണില്ല. നടക്കുന്ന കാര്യമാണോ? തെങ്ങിന്ന് വരുമ്പം താപ്പോട്ട് നോക്കൂ, താപ്പോട്ട് നോക്കിയാൽ കല്ല് കാണുമോ? ഇനി കണ്ടാൽ തൊഴിക്കാൻ ഒക്കുമോ? ഒന്നുമില്ല. ഇനി എങ്ങാണം തൊഴിക്കാൻ അഥവാ ഒത്തെങ്കിൽ ഇയാൾ തൊഴിച്ചതൊന്നുമല്ല, തമ്പുരാൻ്റെ ദൂതനെ ഇയാളെ എടുത്ത് തൊഴിപ്പിച്ച് മാറ്റിയതാണ്. അതാണ് അതിൻ്റെ സത്യം. ചില പറയത്തില്ല, വണ്ടി അങ്ങോട്ട് പോയപ്പോൾ ആ വളം അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ മറ്റേ വണ്ടി ഇങ്ങോട്ട് കയറി വന്നപ്പം ഞാനെന്ത് ചെയ്തു? ഞാൻ ഒരൊറ്റ വെട്ടിയില്ല വെട്ടി. ആര്? ഞാൻ. എൻ്റെ പൊന്നെ, ഏതും എടുക്കാൻ ഡ്രൈവർക്കും പെട്ടെന്ന് ഒന്നും തോന്നത്തില്ല. അതതിൻ്റെ സത്യം. നമ്മൾ പറയത്തില്ലേ, നമ്മളെന്തോ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഈ ചിരിച്ചുകൊണ്ടല്ല പറയേണ്ട, സൗത്ത് പറവൂരിനടുത്ത് ഞാൻ വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഞാൻ എൻ്റെ കൂടെയുള്ള സഹോദരന്മാരുണ്ട്, അവരോട് ചോദിച്ചാൽ പറയും. അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു വഴി തെറ്റിയത് കൊണ്ട്. ഞാൻ പറഞ്ഞിട്ട് കുഞ്ഞെ വണ്ടി നിർത്തിക്കുകയും ഫോൺ കോൾ ഒന്ന് എടുത്തോട്ട് വഴി ഒന്ന് കൃത്യമായിട്ട് നീ വെറുതെ മുമ്പോട്ട് പോകാം. വണ്ടി നിർത്തിയില്ല. ഒരു വാഴപ്പാട് അകലെ ദൂരത്ത് ഞാൻ കാണുന്ന കാഴ്ച, ഒരു പാവം മധ്യവയസ്കൻ ഇപ്പം നരച്ചൊരു മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യുന്നു. എതിരെ വരുന്ന വണ്ടി അയാളെ വിട്ടാരിക്കാൻ വേണ്ടി ചവിട്ടി നിർത്തി. പക്ഷേ ഇടിക്കുന്നു, തെറിക്കുന്നു, റോഡിൽ വീഴുന്നു, ക്ഷണം പോകുന്നു. അത് കഴിഞ്ഞൊരു 20 മിനിറ്റ് കഴിഞ്ഞെങ്കിലാണ് എൻ്റെ കൊച്ചൻ വണ്ടി എടുത്തത്. കാരണം അവനെ വിറയ്ക്കുക. ഞാനൊന്ന് പ്രസംഗിക്കാൻ കയറിയിട്ട് എനിക്കൊരു 15 മിനിറ്റ് അബ്ബ അടിച്ചു. ഞാനെന്തോ പറഞ്ഞെന്ന് എനിക്ക് പോലും അറിയത്തില്ല. യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് ദിവസം എന്തോ പറ്റി ദിവസം എനിക്കും അറിയത്തില്ല. കാരണം കണ്ണിൻ്റെ മുമ്പിൽ നടക്കുക. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വണ്ടി ഒന്ന് വെട്ടിക്കാൻ തോന്നിയെങ്കിൽ നീ വെട്ടിച്ചു ഒന്നുമല്ല, പിന്നെ ദൂതനവത്തെ കയറിയിരുന്ന് പിടിച്ചു മാറ്റിയതാ. അത് തിരിച്ചറിയാൻ കഴിയുന്നവൻ പറയും, ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവത്തിൻ്റെ കൃപയാലാണ് ആകുന്നത്. ഞാനെന്ന് പറയത്തില്ലേ, ഞാനെന്ന് പറയരുതേ. അങ്ങനെ പറയുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഞാനല്ല, എന്നോട് കൂടെ ഇരുന്ന ദൈവത്തിന്. അതുകൊണ്ടാണ് ഇവിടെ പറയുക, ഞാനാകുന്നു. ചേർന്ന് പറഞ്ഞേ, ഞാനാകുന്നു. അപ്പോൾ ആ മഹത്വം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിനായിരിക്കണം. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആ ബലഹീനൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവനിലൂടെ വെളിപ്പെട്ട് വരുന്ന ബലവത്തായ ഒരു ദൈവകൃപയുണ്ട്. അപ്പം നോക്കൂ, അത് മോശയോട് ദൈവം പറയുകയാണ്. അവർ ചോദിക്കുമ്പം പറയണം, ഞാനാകുന്നു, യഹോവ എന്നാകുന്നു എൻ്റെ നാമം. അപ്പോൾ ഈ നാമത്തെ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ ഈ നാമത്തെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ എലോഹീം എന്നൊരു വാക്കാണ്. എന്നൊരു വാക്ക് സാധാരണ അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ ഭാഷയിൽ ദൈവത്തിൻ്റെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണ്. എന്നാൽ എബ്രായർ അത് പൊതുവെ ബഹുവചനമായിട്ടൊക്കെ കൂട്ടിക്കൊണ്ട് എലോഹീം എന്നുള്ളൊരു ബഹുമാന സൂചകമായ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ബഹുവചനം ഉപയോഗിച്ചപ്പോൾ എലോഹീം എന്നൊരു വാക്കായി. ആദിയിൽ
എലോഹീം ഈ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിക്കുകയാണ്. ഒന്നുമില്ലായിരുന്നു ഇവിടെ, പക്ഷേ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു നാമമുണ്ട്. ആ നാമം എലോഹീം എന്നൊരു നാമമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ആ നാമം എങ്ങനെ വിളിച്ചു വരുത്തി? യോഹന്നാൻ അത് പരിചയപ്പെടുത്തുന്നു. ആ നാമം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലാത്തത് ഉള്ളതുപോലെ ഉണ്ടായി വന്നു. ഇന്ന് നമ്മൾ പറയും എല്ലാം ഉണ്ടായത് ബിഗ് ബാങ് എന്നുള്ളൊരു സംഭവം കൊണ്ടാണ്, മഹാസ്ഫോടനം കൊണ്ടാണ് പ്രപഞ്ചമൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന തിയറികളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒക്കെ ബിഗ് ബാങ് എന്ന് പറയുന്ന തിയറി കൊണ്ടാണ് ഇത്, അല്ലെങ്കിൽ സ്ഫോടനം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായെങ്കിൽ ചുമ്മാതൊരു സ്ഫോടനം ഉണ്ടാകുമോ? ഇല്ലല്ലോ. വെറുതെ നിപ്പി ഒരു സ്ഫോടനം ഉണ്ടാകുമോ? സ്ഫോടനം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു കർഷണമൊക്കെ വേണ്ടേ? എന്തായിരിക്കണം സ്ഫോടക കാരണമായ ശക്തി? അതാണ് ഈ എലോഹിമിൻ്റെ വായിന്ന് പോയ ആ ഒരു വാക്ക്. ഉണ്ടാകട്ടെ എന്നുള്ളൊരു വാക്ക് വന്നപ്പോൾ സകലം ഉണ്ടായെങ്കിൽ ഈ എലോഹീമിനൊരു പ്രത്യേകതയുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ, ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവം, എലോഹീമായ ദൈവം. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. എലോഹീം ഇല്ലാത്തതിനെ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. അങ്ങനെ ഈ എലോഹീം ആ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഏദൻ്റെ തോട്ടത്തിലാക്കി വെക്കുന്നു. ദൈവത്തിൻ്റെ പിതൃത്വത്തിൽ അവരിയ്ക്കുക. പക്ഷെ പിതൃത്വത്തിൽ അവരിയ്ക്കുമ്പോഴും ആ പിതൃത്വത്തെ അംഗീകരിക്കാതെ, അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ പിതൃത്വത്തെ അംഗീകരിക്കാതെ ആ പിതൃത്വത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ പിതാവിൻ്റെ വാക്കിനെ അവർ തുച്ഛീകരിച്ച് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങിപ്പോയിട്ടും ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വീണ്ടും കാലം മുമ്പോട്ട് പോകുന്നു. അതിനിടയ്ക്കും ദൈവം ചിലരെ, ഒരു ശേഷിപ്പിനെ, ഹാബേലിനെ, ഹാനോക്കിനെ, നോഹയൊക്കെ എടുക്കുന്നു. നോഹയുടെ കുടുംബത്തിലൂടെ ഒരു പുനഃസൃഷ്ടി നടത്തുന്നു. ഷേം, ഹാം, യാഫത്ത് എന്ന് പറയുന്ന 3 കുഞ്ഞുങ്ങളിലൂടെ ഒരു പുതുതലമുറ പുറത്തു വരുന്നു. എന്നാൽ അവരും പരാജയപ്പെടുന്നു. അവരുടെ കൊച്ചുമക്കൾ വന്നപ്പോഴത്തേന് അവർ ബാബേൽ കോട്ട പണിയുന്നു. അങ്ങനെ വീണ്ടും ദൈവത്തിൻ്റെ ഇടപെടൽ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനുണ്ടാകുന്നു. അവനോട് ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. കാണിപ്പായിരിക്കും ദേശം, ഇതിനെയൊക്കെ ഒത്തിരി ധ്യാനിക്കേണ്ട വാക്കാ. കാണിപ്പായിരിക്കും ദേശം. നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പായിരിക്കും ദേശത്തേക്ക്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അവനെ വിളിക്കപ്പെട്ടാറേ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെടുകയാണ്. ശരിക്കും ഇതാണ് വിശ്വാസം. എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ കാണിപ്പായിരിക്കും ദേശത്തേക്ക് ഈ അബ്രഹാം പുറപ്പെടുകയാണ്. അതിനെയൊക്കെ ധ്യാനിക്കേണ്ട വാക്കുകളാണ്. എവിടേക്ക് പോകുന്നു എന്നറിയാതെ. ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അപ്പച്ചന് ഈ അന്നത്തെ മെട്രിക്കുലേഷനൊക്കെ കഴിഞ്ഞ ഒരു സമയത്ത് തൻ്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടി വീട്ടിലൊരു കത്തെഴുതി വെച്ചിട്ടു തിരുവിതാംകൂർ വിടുന്നു എന്ന് പറഞ്ഞിട്ട് റാന്നിയിൽ നിന്ന് പുറപ്പെട്ടു പോയെന്ന്. തിരുവിതാംകൂർ വിടുന്നു പറഞ്ഞാൽ ഞങ്ങളുടെ അവിടുന്ന് കോട്ടയം ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞാൽ കോട്ടയം കൂടി ഇച്ചിരി കഴിയുമ്പം കൊച്ചിയായി. കൊച്ചിയിലോട്ട് പോവുകയാണ്. തിരുവിതാംകൂർ വിട്ടു. അമ്മച്ചി അന്നരമേ മയങ്ങി വീണെന്നാണ് പറയുന്നത്. തിരുവിതാംകൂർ വിടുന്നു കേട്ടപ്പോൾ. കാരണം അന്ധകാലത്ത് തിരുവിതാംകൂർ വിട്ടാൽ കൊച്ചനെ കിട്ടത്തില്ല. പക്ഷേ ഇവിടെ ഒരു കാണുന്നു, ഊരിന് പുറത്ത് ഒരാളെ അറിയാത്തൊരു സമയത്താണ് ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോയത്. തൻ്റെ ഭാര്യയും കൂട്ടി എങ്ങോട്ട്, എവിടേക്ക് പോകുന്നു എന്നറിയാതെ. അങ്ങനെ പുറപ്പെട്ട മനുഷ്യനെ നോക്കി ദൈവം ഇന്നും പറയുന്നു, ഞാൻ ഇവൻ്റെ ദൈവമെന്നറിയപ്പെടാൻ ഇഷ്ടപ്പെടുകയാണ്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം. എവിടെയൊക്കെ പോകുന്നു എന്നറിയാതെ അങ്ങനെ പുറപ്പെട്ടപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. ഇതെല്ലാം പറഞ്ഞ് ദൈവം അവനെ പുറപ്പെടുവിച്ചു. പക്ഷേ വിരുദ്ധമായ സംഭവമാണ് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. എന്താണ്? ഇതെല്ലാം അനുഗ്രഹം എല്ലാം പറഞ്ഞ് പുറപ്പെട്ടു. പക്ഷെ നേരെ തിരിഞ്ഞുള്ളൊരു സംഭവം ഉണ്ടായി. ലോത്ത് അല്പം പ്രശ്നം. ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും കൂടെ പ്രശ്നം ഉണ്ടായി. അറിയാവുന്ന ഒരു ഭൂരിപക്ഷമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ പിരിയേണ്ടി വന്നു. വീണ്ടും ശൂന്യമായി. വിരുദ്ധമായ ചിന്തകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായി. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷം ദൈവം അബ്രഹാമിനെ ദർശനത്തിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകുന്നു. അപ്പം ദൈവത്തോട് അബ്രഹാം പറയുകയാണ്, കർത്താവേ, നീ ഇതെല്ലാം പറഞ്ഞില്ലേ, പക്ഷെ മക്കളില്ല. ഈ ദമ്മശക്കുകാരനായ എലയാസർ എൻ്റെ അവകാശിയായി തീരത്തില്ലേ? ദൈവം അവനെ പുറത്തു കൊണ്ടുപോയിട്ട് അവനോട് പറയുകയാണ്, അങ്ങനെയല്ല, നീ നോക്കിക്കേ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽ പോലെ നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ദൈവം വീണ്ടും മുമ്പോട്ട് പോകുന്നു. 17-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ ഏതാണ്ട് 4 നൂറ്റാണ്ടാകുകയാണ്. 4 നൂറ്റാണ്ടായപ്പോൾ ദൈവം അവന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സർവശക്തിയുള്ള ദൈവമായ യഹോവയാകുന്നു. സർവശക്തനായ ദൈവം. ആ
വാക്കിൻ്റെ അർത്ഥം ഇതാണ്: ഐ ആം എൽ ശദായി, സർവശക്തൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. എൽ ശദായി, സർവശക്തൻ. എന്താ അവിടെ സംഭവിച്ചത്? 75-ാമത്തെ വയസ്സിൽ വിളിക്കപ്പെട്ട് പുറപ്പെട്ട മനുഷ്യന് ഒരു 4 നൂറ്റാണ്ട് മുമ്പോട്ട് പോയി. ചെറിയൊരു കാര്യമൊന്നുമല്ല. ഒരു 25 വർഷം, ഒരു പുരുഷായുസിൻ്റെ നല്ലൊരു വർഷം. ഈ വർഷം മുമ്പോട്ട് പോയി. അതിനിടയ്ക്ക് ദൈവം വെളിപ്പെട്ട് പറഞ്ഞു: ഞാൻ നിന്നെ വീണ്ടും സന്ദർശിക്കും, ഞാൻ നിന്നെ ജാതിയാക്കും, നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയൊക്കെ ആക്കും. പക്ഷെ സാധ്യതകളെല്ലാം അവസാനിച്ചു. സകല സാധ്യത അവസാനിച്ചു. പറഞ്ഞതെല്ലാം കള്ളമെന്ന് തോന്നാനുള്ള സകല സാധ്യതകൾ അവൻ്റെ മുമ്പിൽ വന്നു. മുഴുവൻ അസാധ്യങ്ങൾ അവനെ നോക്കി പല്ലിളച്ച് കാണിക്കുക. പക്ഷെ അവിടെ ഒരു നാമം വെളിപ്പെട്ടു. ആ നാമത്തിൻ്റെ പേര് എൽ ശദായി, സർവശക്തൻ. അസാധ്യങ്ങളിൽ വെളിപ്പെടുന്ന ഒരു നാമമുണ്ട്. ആ നാമത്തിൻ്റെ പേര് എൽ ശദായി എന്നാണ്. എൽ ശദായി വെളിപ്പെട്ടിട്ട് പറഞ്ഞാണ്: ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്, നീ ദൈവം അവനെ സന്ദർശിക്കുകയാണ്. മുമ്പോട്ടുള്ള അധ്യായത്തിൽ അതിൻ്റെ നിവർത്തീകരണം വരികയാണ്. 4 നൂറ്റാണ്ടിന് മുമ്പ് ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ അതിന്ന് അസാധ്യമായി തോന്നുന്നുണ്ടെങ്കിൽ ഇനിയും ദൈവം ഇടപെടുകയാണ്. 17-ാം അധ്യായത്തിൽ അതൊന്നുകൂടെ ഓർപ്പിക്കാൻ വേണ്ടിയല്ല, ഒന്നുകൂടെ പറയാൻ വേണ്ടിയല്ല, പറഞ്ഞത് ഓർപ്പിക്കപ്പെട്ടത് നിവർത്തീകരിക്കാൻ വരുന്നൊരു നാമമുണ്ട്. ആ നാമത്തിൻ്റെ പേര് എൽ ശദായി എന്നുള്ള നാമം. എന്നെ കേൾക്കുന്ന ഈ തണുപ്പത്ത്, ഈ പന്തലിൽ, ഈ മഴ കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ സുഖമായിട്ടിരിക്കായിരുന്നു. വേണമെങ്കിൽ ഇന്നത്തെ ആൾക്കാർക്കൊക്കെ അത്ര എക്സ്പോസ്ഡ് അല്ലാത്തത് കൊണ്ട് ഈ തണുപ്പത്തിരുന്ന മഞ്ഞും മഴയൊക്കെ കൊണ്ടാൽ പനി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനെയൊക്കെ അവഗണിച്ച് ഇന്ന് രാത്രി തണുപ്പത്ത് മഴ പെയ്ത പന്തലിൽ വന്നിരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുക. കർത്താവ് നിങ്ങളെ സന്ദർശിക്കുക. ഈ പന്തൽ എന്തിനാണെന്നറിയാമോ? ഇനി ഒന്നുകൂടെ പറയാനല്ല, ഒന്നുകൂടെ ഓർപ്പിക്കാനല്ല, പറഞ്ഞത് ഓർപ്പിച്ചത് നിവർത്തീകരിക്കാൻ വരുന്നൊരു നാമം. ആ നാമത്തിൻ്റെ പേര് എൽ ശദായി. നിൻ്റെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവമുണ്ട്. ആ നാമത്തെ ഞാനിന്ന് രാത്രി പൊതുസ്ഥലത്ത് പരിചയപ്പെടുത്തുന്നു. ആ നാമത്തിൻ്റെ പേര് എൽ ശദായി. വാത്സല്യ സഹോദര, എവിടെ നിന്നുകൊണ്ടാണിത് കേൾക്കുന്നതെങ്കിലും അനുഭവിച്ചത് ബുദ്ധിയുടെ തലത്തിൽ ഇന്നുകൊണ്ടല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഓഫ് കോഴ്സ് ഈ അറിവുകൾ വായനയിൽ നിന്നും വേദപുസ്തകത്തിൽ നിന്നും കിട്ടിയതാണ്. പക്ഷേ ഇന്നത് പറയുന്നത് ഒരു ബുദ്ധിയുടെ തലത്തിൽ ഇന്നുകൊണ്ട് മാത്രമല്ല. ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങളുടെ കൈ തൊട്ടത്, ഞങ്ങളുടെ നാവ് രുചിച്ചത്, ഞങ്ങൾ അനുഭവിച്ച ഒരു നാമമുണ്ട്. ആ നാമം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നാമമാണ്. എവിടെയോ സകല സാധ്യതകളും അവസാനിക്കുന്നിടത്ത് പുതിയതായി തുടങ്ങുന്ന ഒരു സാധ്യതയുണ്ട്. ആ നാമത്തിൻ്റെ പേര് എൽ ശദായി എന്ന നാമം. എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, എവിടെ ഇരുന്നു കൊണ്ടാണ് ഇത് കേൾക്കുന്നതെങ്കിലും പരിചയപ്പെടുത്തട്ടെ. സാധ്യതകൾ അവസാനിക്കുമ്പോൾ തുടക്കപ്പെടുന്നൊരു സാധ്യത, ആ സാധ്യതയുടെ നാമം എൽ ശദായി എന്ന നാമം. അനുഭവിച്ചിട്ടുള്ളവർ ഈ പന്തലിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി വെറുതെ ഇരിക്കാതെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ നാമത്തിൻ്റെ ശക്തി ഇനിയും ദൈവം ചെല്ലോട് ഇടപെടുകയാ. നിൻ്റെ ജീവിതത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പറഞ്ഞത് കേട്ടത് ഒത്തിരി നാൾ കേട്ടു. ഇനി കേൾക്കാൻ പോലെയുള്ള ശക്തി ക്ഷയിച്ചവരാ ഇവിടെ ചിലരൊക്കെ ഇരിക്കുന്നത്. കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. എനിക്കിനിയും പുതുതായി ഒന്നും കേൾക്കണ്ട, കേട്ടത് ഒത്തിരി കിടപ്പുള്ളെങ്കിലും ഉണ്ട് എന്നെങ്കിലുമൊക്കെ ഹൃദയത്തിൽ പറയുന്ന നിഷേധികൾ ഇതിനകത്ത് കാണുക. എന്നാൽ സാധ്യത അവസാനിച്ചിട്ടില്ല. 4 നൂറ്റാണ്ട് കഴിഞ്ഞാലും വെളിപ്പെടുന്ന ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയുടെ പേര് എൽ ശദായി. അധുന രഗ നഗധുന ശംധന. ഇന്ന് രാത്രി ആ എൽ ശദായിയുടെ നാമം, അവൻ്റെ നാമം ബലമുള്ള ഗോപുരം. അസാധ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണോ? ഓടിച്ചെന്ന് കയറുക അവൻ്റെ നാമത്തിലേക്ക്. യഹോവ നല്ലവൻ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെല്ലും. അവസാന സാധ്യതയും അവസാനിക്കുമ്പോൾ എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ ആ സാധ്യതകൾ അവസാനിക്കുന്നിടത്ത് തുടങ്ങുന്ന ഒരു സാധ്യത, ആ സാധ്യത ഒരു നാമം, യഹോവയുടെ നാമം. അവൻ വെളിപ്പെട്ടിട്ട് പറയുകയാണ്: ഞാൻ സർവശക്തിയുള്ള ദൈവമായ യഹോവയാകുന്നു. ആ നാമത്തിൻ്റെ പേര് എൽ ശദായി. എല്ലാവരും ചേർന്ന് പറഞ്ഞ് എൽ ശദായി, ഉറക്കെ പറഞ്ഞ് എൽ ശദായി. സഹോദര, ഈ നാമത്തെ ഇന്ന് രാത്രി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് അത് പരിചയപ്പെടുത്തുക. എവിടെ ഇരുന്നു കൊണ്ടാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ, ഒരു പക്ഷേ പുറത്താകട്ടെ, വെളിയിലാകട്ടെ, സൈഡിലാകട്ടെ, ഇരുട്ടത്താകട്ടെ, യാദർച്ഛ്യ പോകുമ്പോഴാകട്ടെ, നിൻ്റെ അവസാന സാധ്യത ഒരു നാമമായി വരും. ആ നാമത്തിൻ്റെ പേര് എൽ ശദായി. പലതും പരീക്ഷിച്ച് പരാജയപ്പെട്ട സാധ്യതകൾക്ക് മുമ്പ് ഇനിയും പരീക്ഷിക്കാൻ ഒന്നുമില്ലാത്തവനായി, എല്ലാ ശക്തിയും ചോർന്നവനായി നിൽക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി വചനം വെളിപ്പെടുത്തുന്ന ഒരു നാമമുണ്ട്. ഈ നാമം ബലമുള്ള ഗോപുരം. ആ നാമത്തിൻ്റെ പേര് എൽ ശദായി. ഇത് പുസ്തകത്താളിൽ ഇരിക്കുന്ന ഒരു നാമം
നാമമല്ല, ഇന്നും 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 സഞ്ചരിക്കുന്ന, ഇന്നും ചലിക്കുന്ന, ഇന്നും പ്രവർത്തിക്കുന്ന ഒരു നാമം, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രുചിച്ചു നോക്കാൻ പറ്റിയ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാമം കർത്താവെന്ന് ഏറ്റുപറയുന്ന നാമം. അതെ, അവസാന സാധ്യത അവസാനിക്കുന്നിടത്ത് സാധ്യതകൾ ആരംഭിക്കുന്ന ഒരു നാമം. നാമത്തിൻ്റെ പേര് എൽ ശദ്ദായി. എൽ ശദ്ദായി എന്ന് പറയുന്ന നാമം, ആ നാമം അവിടെ വെളിപ്പെടുകയാണ്. മുമ്പോട്ട് പോകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആ നാമം അവർ ഇടപെടുകയാണ്. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തിന് ദൈവം പറഞ്ഞതുപോലെ സന്ദർശിക്കുന്നു. അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ then God tested after these things God tested Abraham. എന്താണ്? ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. എപ്പോഴും നോക്കുക, ദൈവം പരീക്ഷിക്കുകയാണ്. എന്നാൽ സാത്താൻ വരുന്നത് he never comes to test you, he comes to tempt you. സാത്താൻ എപ്പോഴും നമ്മളെ ടെംപ്റ്റ് ചെയ്യും. എന്നാൽ കർത്താവ് വരുന്നത് ടെംപ്റ്റ് ചെയ്യാനല്ല. കർത്താവ് ടെംപ്റ്റേഷൻ്റെ ദൈവമല്ല. കർത്താവ് പിന്നെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? ടെസ്റ്റ് കഴിയുമ്പോൾ ഒരു പ്രൊമോഷന് വേണ്ടിയാണ് തമ്പുരാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഹി നെവർ ടെംപ്റ്റ്സ്. കർത്താവ് ഒരിക്കലും പ്രലോഭിപ്പിക്കുന്ന ദൈവമല്ല, എന്നാൽ ദൈവം പരീക്ഷിക്കുന്ന ദൈവമാണ്. അബ്രഹാമിനെ പരീക്ഷിച്ചിട്ട് പറഞ്ഞു, നീ നിൻ്റെ മകനെ എനിക്ക് വേണ്ടി യാഗമായിട്ട് തരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ മകന് അബ്രഹാമിനൊരു പ്രത്യേകതയുണ്ട്. അവന് ചോദ്യം ചെയ്യാൻ അറിയില്ല, അനുസരിക്കാനേ അറിയുള്ളൂ. അങ്ങനെ ഒരു ചോദ്യം ചെയ്യാൻ അറിയാത്ത ഈ മനുഷ്യൻ രാവിലെ കുഞ്ഞുമായിട്ട് എഴുന്നേറ്റിക്കുകയാണ്. മകനുമായിട്ട് എഴുന്നേറ്റ് അവിടെ കാണുന്നുണ്ട് 3-ാം വാക്യത്തിൽ 22:3 അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റിട്ട് കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരി തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് അധികാലത്ത് എഴുന്നേറ്റു. ഇതെപ്പോഴും ഓർക്കുക, തന്നെ ദൈവം യാഗം കഴിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ താൻ എപ്പോൾ എഴുന്നേറ്റു? അധികാലത്ത് എഴുന്നേൽക്കുകയാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. പലപ്പോഴും എപ്പോഴും എല്ലായിടത്തും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ, ശനിയാഴ്ച വരെ എല്ലാവരും അധികാലത്ത് എഴുന്നേൽക്കണം. കാരണം പിള്ളേരെ സ്കൂളിൽ വിടണം. 7 മണിയാകുമ്പം വണ്ടി വരും, 7:30 വണ്ടി വരും. ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കും. പക്ഷേ എല്ലാവരും കിടന്നുറങ്ങുന്നൊരു ദിവസമുണ്ട്. എന്നാണ്? ഞായറാഴ്ച. പക്ഷേ നേരെ തിരിച്ചാണ് അബ്രഹാം തൻ്റെ യാഗത്തിന് വേണ്ടി അധികാലത്ത് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അധികാലത്ത് എഴുന്നേറ്റിട്ട് ബാല്യക്കാരി കൂട്ടിക്കൊണ്ട് ഇസ്ഹാക്കിനെ ഹോമയാഗത്തിന് വിറക് എന്ത് ചെയ്തു? കീറി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആരാധനയ്ക്ക് താൻ പോവുകയാണ്. ആരാധനയ്ക്ക് പോയപ്പോൾ, യാഗം കഴിക്കാൻ പോയപ്പോൾ എപ്പോൾ എഴുന്നേറ്റു? അധികാലത്ത് എഴുന്നേറ്റ്. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, യോഗം കഴിക്കാൻ പോകുമ്പോൾ എപ്പോൾ എഴുന്നേക്കണം? അധികാലം എഴുന്നേക്കണം. രണ്ടാമതൊരു കാര്യം കൂടെ ചെയ്തു, വിറക് എന്ത് ചെയ്തു? കീറി. ചിലർ യോഗത്തിന് പോകുന്നത് ഒരു മുട്ടിയായിട്ട് പോകും, മുട്ടിയായിട്ട് തിരിച്ചു വരും. മുട്ടി അതുപോലെ അവിടെ ഇരിക്കും. മുട്ടി കീറിയാലേ കത്തത്തുള്ളൂ. പക്ഷേ എന്ത് കീറണം? മനുഷ്യൻ്റെ പുറമേ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി വേണം കർത്താവിൻ്റെ അടുക്കലേക്ക്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നിങ്ങളുടെ പുറമേ അല്ല, അകങ്ങളെ കീറി ചെല്ലണം. വിറകൊക്കെ കീറി അബ്രഹാം ഇങ്ങനെ അവിടെ ചെന്നും ആ മലയുടെ താഴെ ചെന്നിട്ട് ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചിട്ട് തീയും കത്തിയൊക്കെ എടുത്ത് തീയുണ്ട് കത്തിയെടുത്ത് ഒന്നിച്ച് നടന്നു പോവുകയാണ്. ഈ മലയുടെ മുകളിലേക്ക് ഇസ്ഹാക്കും ആ അപ്പനും കൂടെ കടന്നു പോവുകയാണ്. അബ്രഹാം എടുത്തു തൻ്റെ ആ മകനായി ഇസ്ഹാക്കിൻ്റെ ചുമലി വെച്ചു. എനിക്കിവിടെ വല്ലാത്ത ദേഷ്യം ഈ അബ്രഹാമിനോട് തോന്നിയ സമയമുണ്ട്. അബ്രഹാമെ, ഇത്രയും വലിയൊരു കൊച്ചനെ മരിക്കാൻ വേണ്ടി നീ കൊണ്ടുവല്ലേ, പൊട്ട്. ആ സമയമെങ്കിലും അവനെ ഒന്ന് ഫ്രീ ആക്കണ്ടേ? ഒരു ഡെത്ത് റൈറ്റ് എന്നൊക്കെ പറയുന്ന ഒന്നില്ലേ? അന്നേരം അവനൊന്ന് ശ്വാസം വിട്ടൊക്കെ നടക്കണ്ടേ? പക്ഷേ ഇവൻ ദഹിക്കാനുള്ളവർ മുഴുവൻ വിറകും കീറി ഈ കൊച്ചൻ്റെ തോളി വെച്ച് കൊടുത്തത് ഇച്ചിരി ക്രൂരതയായി പോയില്ലേ? അബ്രഹാം മറുപടി പറഞ്ഞു, മറ്റൊന്നല്ല, അതങ്ങനെ ചെയ്തേ ഒക്കത്തുള്ളൂ. താൻ ദീർഘദൃഷ്ടി കണ്ടൊരു കാഴ്ചയുണ്ട്. ഗോൽഗോത്തായിലേക്കും ഒരു ഏകജാതൻ കടന്നു പോകുന്നുണ്ട്. പക്ഷേ സ്വന്തം തോളിൽ കുരിശും വഹിച്ചുകൊണ്ടാണ് ഈ ഏകജാതൻ തൻ്റെ ആ പിതാവിനെ അനുസരിച്ചു കൊണ്ട് മലയിലെ മുകളിലേക്ക് കയറി പോകുന്നത്. ഇവിടെ ഒരു ഏകജാതൻ നടന്നു പോവുകയാണ്. ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഈ മകനൊരു ചോദ്യം ചോദിച്ചു. അത് ഏതപ്പൻ്റെയും നെഞ്ച് വിളർക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, പക്ഷെ എന്തില്ല? ആ ആട് മാത്രം ഇല്ല. അതല്ലേ വേണ്ടത് യാഗത്തിന്? ആടെന്ത് ചെയ്യാൻ ചോദിക്കുകയാണ്. ദൈവം ആ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചു. 8-ാം വാക്യം പറയുന്നു, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് പറയുകയാണ്. ദൈവം നിനക്ക് വേണ്ടി നോക്കിക്കൊള്ളും, ദൈവം തനിക്ക് വേണ്ടി നോക്കിക്കൊള്ളും. അപ്പോൾ തന്നെ ഏതാണ്ട് 25 വർഷത്തെ ഒരു പരിചയത്തിലാണ് കുഞ്ഞിനെ കെട്ടുന്നത്. അത് കഴിഞ്ഞാൽ കുട്ടിയും വളരുകയാണ്. ഏകദേശമൊക്കെ ഒരു അരനൂറ്റാണ്ടിൻ്റെ ഒരു അനുഭവ സമ്പത്ത് ഈ അപ്പനുണ്ട്. അരനൂറ്റാണ്ടിൻ്റെ ഒരു അനുഭവ സമ്പത്തുമായിട്ട് ഈ അപ്പം മറന്നു പോകുമ്പോൾ മകൻ്റെ ഏറ്റവും നിർണായക നിമിഷത്തിലേക്ക് വരികയാണ്. ഈ നിർണായക നിമിഷത്തിലേക്ക് വരുമ്പോൾ നെഞ്ചു പൊട്ടുന്ന
ഒരു ചോദ്യം ഈ അപ്പനോട് മോൻ ചോദിക്കുകയാണ്. അപ്പ തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, കത്തിയുണ്ട്, പക്ഷെ ഒന്ന് മാത്രമില്ല, ആട്ടുംകുട്ടിയില്ല. അതെവിടെയാന്ന് ചോദിച്ചപ്പോൾ അരനൂറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്തിൽ താൻ അനുഭവിച്ച ഒരു ദൈവത്തെ മകന് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, മോനെ, ദൈവം തനിക്ക് വേണ്ടി നോക്കിക്കോളും. അങ്ങനെയല്ലേ അവിടെ ഇരിക്കുന്നത്. അപ്പം പറയുകയാണ്, ദൈവം തനിക്ക് ഹോമയാഗത്തിന് എന്ന കാര്യം എന്താ? നിനക്ക് വേണ്ടി കരുതേണ്ടത് എൻ്റെ ജോലിയല്ല, തൻ്റെ ജോലിയാ. ഞാൻ കരുതിയ ഇത്രേ ആകത്തുള്ളൂ, പക്ഷേ നിനക്ക് വേണ്ടി അവൻ കരുതിക്കൊള്ളും എന്നുള്ള ഒരറിവ് ഈ അപ്പന് മകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവർ അവിടെ ചെന്നിട്ട് കത്തിയെടുത്തിട്ട് ഈ മകനെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ഒരു വിളിയുണ്ടായി, അബ്രാമേ അബ്രാമേ, ബാലൻ്റെ മേൽ എന്ത് ചെയ്യാൻ പാടില്ല, കൈവെക്കാൻ പാടില്ല. തല ഉയർത്തി നോക്കിയപ്പോൾ താനൊരു കാഴ്ച കണ്ടു. കൊമ്പ് കുരുങ്ങി ഒരു ആട്ടുകൊറ്റൻ കിടക്കുന്നത് കണ്ടു. അതിനെ പകരം യാഗം കഴിച്ചു. അവർ ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ ഈരെ. ഇന്ന് രാത്രി കരുതുന്ന ഒരു നാമമുണ്ട്. ആ നാമം നെഞ്ചു പൊട്ടുന്ന ഒരു ചോദ്യം മോൻ ചോദിച്ചപ്പോൾ അരനൂറ്റാണ്ടിൽ അനുഭവിച്ച ഒരു ദൈവത്തെ അപ്പന് മകന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒന്നുണ്ട്. അതിതാണ്, ഞാൻ കരുതിയാൽ ഇത്രേ ആകത്തുള്ളൂ എന്ന തമ്പുരാൻ കരുതിയ അത് പൂർണ്ണതയുള്ളൊരു കരുതലായിരിക്കും. കരുതുന്ന ദൈവത്തിൻ്റെ പേര് യഹോവ ഈരെ. കരുതുന്ന ദൈവം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുര, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ലൈവിലൂടെ കേൾക്കുന്നവരുണ്ടാകാം, പുറത്ത് നിന്ന് കേൾക്കുന്നവരുണ്ടായിരിക്കാം. എവിടെ ഇരുന്നു കൊണ്ട് ആകട്ടെ നിങ്ങളിത് കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു നാമം, ആ നാമത്തിൻ്റെ പ്രത്യേകത അവൻ കരുതുന്ന നാമമാണ്. അവൻ കരുതുന്ന നാമമാണ്. അവൻ കരുതുന്ന ദൈവമാണ്. ആ നാമം കരുതുന്ന ദൈവമാണ്. എനിക്ക് എൻ്റെ യാത്രയിൽ ഒത്തിരി പേരെ ഞാൻ പലയിടത്ത് വെച്ച് കണ്ടു. കരുതുമോ എന്നൊക്കെ. ദൈവം കരുതുന്ന ദൈവമാണ്. പക്ഷേ ദൈവം എങ്ങനെ കരുതുമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കത് പറയാൻ അറിയത്തില്ല. കാരണം എൻ്റെ വഴികളല്ല എൻ്റെ വഴികൾ. ഇടയ്ക്ക് ഇവിടെ വെച്ച് പറഞ്ഞു ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ വിചാരങ്ങളല്ല നിൻ്റെ വിചാരങ്ങൾ. തമ്പുരാൻ കരുതുന്ന ദൈവം എങ്ങനെയാണെന്ന് മാത്രം ചോദിക്കരുത്, പക്ഷേ ദൈവം കരുതും. ദൈവത്തിന് നമ്മൾ ഇങ്ങനെയൊക്കെ ആയാൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നമുക്കൊരു കണക്കുകൂട്ടലൊക്കെ ഉണ്ട്. അങ്ങനെ ദൈവത്തിനെ പഠിപ്പിക്കേണ്ട. 2003 സമയത്ത് ഞങ്ങൾ ഹോളിൽ നിന്ന് വിശാലതയ്ക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഈ പൊട്ടം ചെയ്ത സത്യത്തിൽ എനിക്കിതിപ്പം നോക്കുമ്പോൾ പൊട്ടത്തരായിട്ട് തോന്നുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളന്ന് ഈ മണ്ണ് മാറ്റണം. അന്ന് മണ്ണ് മാറ്റാനൊക്കെ വലിയ പാടാണ്. കാരണം ഇന്നും അത് പാടാണ്, നിയമത്തിൻ്റെ പ്രശ്നം. അന്ന് നിയമപ്രശ്നത്തെക്കാരും ഇതൊക്കെ കിട്ടാനൊക്കെ വലിയ പാടാണ്. കൊണ്ടുപോകണം, കൊണ്ടിടാനുള്ള സ്ഥലം വേണം, അത്രയും. അപ്പം ഒരു 1-2 JCBകളൊക്കെ വരുമെന്ന് പറഞ്ഞ് അവർ സമയത്ത് മാറി. അവസാനം ഒരു JCB വന്ന് എടുത്തുകൊണ്ട് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പം വലിയ സന്തോഷമായി. നാളെ രാവിലെ അവർ വരും. തലേദിവസം രാത്രി സന്ധ്യ ആയപ്പോഴാണ് കൺഫർമേഷൻ കിട്ടിയത് രാവിലെ അവർ വരുമെന്ന്. ഈ രാവിലെ JCB വരുമെന്ന് കേട്ടപ്പോൾ ആവേശം കൊണ്ട് ഈ പൊട്ടൻ ചെയ്തൊരു കാര്യമുണ്ട്. ഈ പൊട്ടൻ ചെയ്തൊരു കാര്യമുണ്ട്. 5-6 പേരെയും കൂട്ടി തൂമ്പായി എടുത്തുകൊണ്ട് നിന്ന് കളച്ചു. എന്തിനാണെന്നറിയാവോ? JCBക്ക് കയറാൻ വഴി വെട്ടി. രാത്രി മുഴുവൻ കളച്ച് നിന്ന് വഴി വെട്ടുക. JCBക്ക് എന്തോ വെട്ടണ്ട, വഴി വെട്ടണ്ട. JCB വരുന്നത് പോലും എന്ത് വെട്ടാനാ? വഴി വെട്ടാനാ. പക്ഷെ തൂമ്പായിക്ക് വഴി വെട്ടുക JCBക്ക്. അതാണ് ഈ പൊട്ടൻ ചെയ്തത്. ഇതുപോലെ നമ്മളും ചിലപ്പം ചെയ്യുന്ന ദൈവത്തെ വഴി പിടിപ്പിക്കുന്നത്. എങ്ങനെ ദൈവം പ്രവർത്തിക്കുന്ന എനിക്കറിയത്തില്ല, പക്ഷെ അവൻ പ്രവർത്തിക്കുന്ന കരുതുന്ന ഒരു ദൈവമാണ്. അതനുഭവിച്ചിട്ടുള്ളവർ ആ നാമത്തെ ഉറക്കെ പറഞ്ഞ് യഹോവ ഈരേ. അവൻ കരുതുന്ന ദൈവം. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ലെന്ന് നിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടോ? ചില കുഞ്ഞുങ്ങളൊക്കെ പറയും, +2 ഒക്കെ കഴിഞ്ഞ് പരീക്ഷ എഴുതുന്നു, പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഞാൻ ചെവിക്ക് കേട്ട കാര്യമാണ്. അവരുടെയൊക്കെ പിള്ളേർ, അപ്പന്മാർ അവിടെ ഇരുന്നു കൊണ്ട്, ഇവിടെ ഗൾഫിലൊക്കെ ഇരുന്നു കൊണ്ട് അവിടെ ബുക്ക് ചെയ്തു. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ആ സ്കൂളിൽ ബുക്ക് ചെയ്തു, ഈ സ്കൂളിൽ ബുക്ക് ചെയ്തു, ആ കോളേജ് ബുക്ക് ചെയ്തു, എല്ലാം ബുക്കിംഗ് ആയി. എൻ്റെ കാര്യത്തിൽ അപ്പൻ ചെറുവിരൽ പോലും അനക്കുന്നില്ല. ഇനി ഞാനെന്തോ ചെയ്യും? അപ്പനെ കരുതിയില്ലെങ്കിലും അപ്പൻ കരുതാത്തതല്ല മക്കളെ, അപ്പനൊന്നും അറിയില്ല. രണ്ടാമത്തെ കാര്യം, അറിയാനുണ്ടെങ്കിലും പേഴ്സ് ചലിക്കാതെ പോകാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് അയാളിങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. അത് കേട്ട് കുഞ്ഞെ നീ ബേജാറാകണ്ട. നിനക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ട്. ഒരു കുട്ടി പഠിച്ചില്ലെങ്കിലും നീ വെറുതെ നിൽക്കാൻ പോകുന്നില്ല. നിൻ്റെ ഇയറും വേസ്റ്റ് ആകത്തില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആരോ ഒരാളോട് കർത്താവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ആരും കരുതിയില്ലെങ്കിലും കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് യഹോവ ഈരേ. യഹോവ ഈരേ, കരുതുന്ന ദൈവം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക്
ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. നെഞ്ചുപൊട്ടി എത്രയോ കുഞ്ഞുങ്ങളുണ്ട് പറഞ്ഞ അപ്പേ അച്ചാച്ച എന്തോ ചെയ്യും, പാസ്റ്റർ എന്തോ ചെയ്യും. അവരെല്ലാവരും ബുക്ക് ചെയ്തു. എത്ര പേരെന്നോട് വിളിച്ചു പറഞ്ഞു ഞങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ചേക്കുക, ഇനി റിസൾട്ട് വരേണ്ട താമസമേ ഉള്ളൂ, എല്ലാം അഡ്വാൻസ് എല്ലാം കൊടുത്തു വെച്ചേക്കുക. അപ്പോഴാണ് ഓരോന്നും നോക്കുത്തി പോലിരിക്കുന്നത്. എന്തോ ചെയ്യും അറിയില്ല. അറിയാത്ത അവന് വേണ്ടി കരുതാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് യഹോവ ഈരെ. കരുതും ദൈവം. മുറുകെ പിടിച്ചോണം, കയറി അങ്ങ് പിടിച്ചാൽ മതി. മുങ്ങി ചാകുന്നവൻ കച്ചിത്തുരുമ്പെ കയറിയ കെട്ടിപ്പിടിക്കുന്ന പോലെ ഇന്ന് രാത്രി കേൾക്കുന്ന ഈ നാമത്തെ നീ കയറി പിടിച്ചാൽ ആരും കരുതാത്ത, ആർക്കും കരുതാൻ കഴിയാത്ത ഒരു വെളിപ്പെടൽ നീ അനുഭവിക്കും. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ശബന ഹദുന റഗന ഹംധന റീഗല ഹപ്തന ശബന ഹദുനിയ റഗന രബന ഹംധന റീബല ബശ്യം ധുനബല ഹപ്തന. ഹല്ലേലൂയ. അവൻ കരുതുന്ന ദൈവ. ആരും കരുതാനില്ലയോ? കരുതാൻ എല്ലാവരും ഉണ്ട്. എനിക്ക് ഞാൻ മാത്രമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ടെങ്കിലോ, എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ. നിനക്ക് വേണ്ടി നീ മാത്രമല്ല, നിനക്ക് വേണ്ടി മറ്റൊരാളുണ്ട്. മകനെ, അവൻ നിനക്ക് വേണ്ടി കരുതിക്കൊള്ളു. അവൻ തനിക്ക് വേണ്ടി കരുതുവെന്ന കാരണം നിന്നെക്കാട്ട് കൂടുതൽ നിന്റെ ആവശ്യം എൻ്റെ ആവശ്യമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. അപ്പം മോഹൻ ചോദിക്കുന്നത് മൃഗബന്ധിയെ യഹോവ തനിക്ക് വേണ്ടി ഒരു ഹോമയ നിന്നെക്കാട്ട് കൂടുതൽ നിൻ്റേത് അവൻ്റെ ആവശ്യമാണെന്ന് അറിയുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി കരുതാകിയാൽ നിന്റെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടു. ഇന്ന് രാത്രി എല്ലാ ചിന്താകുലവും അവൻ്റെ മേലിടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നതെങ്കിലും നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ, ആ നാമത്തെ ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പരിചയമില്ലെങ്കിലും ആ നാമത്തിൻ്റെ പേര് ഇങ്ങനെയാണ്, യഹോവ ഈരേ. കരുതുന്ന ദൈവ. യഹോവ ഈരേ, കരുതുന്ന ദൈവം. എല്ലാവരും കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞ് യഹോവ ഈരേ. കരുതുന്ന ദൈവം. അവൻ തനിക്ക് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. അപ്പം ദൈവം വഴി ഒരുക്കുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ ചിലരെയൊക്കെ കണ്ടുമുട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം ഒരച്ഛനെ കണ്ടു. പലപ്പോഴും അദ്ദേഹമായിട്ടൊക്കെ കൂട്ടായ്മ. തിരുവല്ലയിലുള്ളൊരു പ്രിയപ്പെട്ട അച്ഛനെ വലിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തി പൊട്ടി തകർന്ന് കോടിക്കണക്കിന് രൂപ കട്ടമായി, രോഗമായി, ഹൃദയം മുഴുവൻ സ്റ്റണ്ടൊക്കെ ഇട്ട് അങ്ങനെ ആകെ തകർന്ന് വല്ലാതിരിക്കുമ്പോൾ ഒരു യോഗത്തിൽ യാദൃച്ഛിക ചെന്ന് ദൈവം തന്നെ തൊട്ടു. കട്ടം കയറി, വീടും പോയി, കേസായി, ജപ്തിയായി, കേസായി ആകെ തകർന്നിരിക്കുന്ന ഒരു സമയത്ത് കർത്താവിനെ അറിയുന്നത് ഈ അപ്പച്ചൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് മക്കളെ വിളിച്ചിട്ട് പറയുക. പുള്ളി അങ്ങ് പാച്ചു അത് ഓരോരുത്തരുടെ യഹോവ നല്ലവെന്ന് രുചിച്ചറിഞ്ഞവർക്ക് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത് എനിക്ക് അങ്ങ് രസകരമായിട്ട് നോക്കി. അപ്പം പുള്ളി പറഞ്ഞ് എൻ്റെ ഹൃദയം എല്ലാം സ്റ്റണ്ടായിരുന്നു. എന്നിട്ട് 3-4 ഇടി, ഇപ്പോൾ ഇത് പുതിയതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇട്ടിച്ചൊക്കെ സാക്ഷിയൊക്കെ പറയുക. ആരെ കണ്ടാലും പറയും. എന്നിട്ട് നമ്മൾ മകളെ പൊട്ടി തകർന്ന് കട്ടം കയറി. അപ്പം ഞാൻ ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആരാണ്ട് ചോദിച്ചേട്ടാ, നിൻ്റെ ദൈവം നൂലെ കെട്ടി തരുമോട്ടാ? നിൻ്റെ ദൈവം നീ വല്ല ബുദ്ധിപരമായിട്ട് കാര്യം നിൻ്റെ ദൈവം നൂലെ കെട്ടിത്തരുമോ? എൻ്റെ അടി കൊച്ചെ അവരെന്നോട് ചോദിച്ചടി നൂലെ കെട്ടി തരുമോന്ന്. ഇടി നിനക്കറിയാമോടി കൊച്ചെ, നൂലെ കെട്ടി തന്നടി. നൂലെ കെട്ടി തന്നപ്പോൾ താഴെ കെട്ടി ഇറക്കിയതിന് ഭാരം കൂടുതലായതുകൊണ്ട് നൂല് പൊട്ടിപ്പോകുന്ന കണ്ടുകൊണ്ട് നൂല് മാറ്റി ഇപ്പം കയറാക്കിയത്. വല്ലം പിടികിട്ടിയില്ല. നൂലങ്ങ് മാറ്റി ഇപ്പം എന്തെല്ലാം തരുന്നത്? കയറല്ല തരുന്നത്. എൻ്റെ ദൈവം നൂലെ കെട്ടി തരുമെന്നൊക്കെ ചോദിച്ചാൽ നൂലല്ല കയറെ കെട്ടി തരാൻ കഴിവുള്ളൊരു ദൈവമാണ്. പക്ഷെ ഒന്നെനിക്കറിയാം, അറിവിന്ന് പറയട്ടെ, അനുഭവത്തിൽ നിന്ന് പറയട്ടെ, അവൻ കരുതുന്ന ദൈവം അല്ല. എന്നോടൊപ്പം ഇത് എൻ്റെ സത്യമാണ്, ഈ ദൈവം കരുതുന്ന ദൈവമാണെന്ന് അനുഭവിച്ചിട്ടുള്ളവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കരമുയർത്തി ആ നാമത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞേ, യഹോവ ഈരേ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. കരുതുന്ന ദൈവം. അങ്ങനെ കരുതുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടൽ യഹോവ ഈരേ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അങ്ങനെ ദൈവം മോശയിലൂടെ ആ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, യോസഫിനെ അറിയാത്തൊരു ഒരു രാജാവ് അവിടെ വരുന്നു. അവിടെ കഷ്ടത വലുതാകുന്നു. അങ്ങനെ ദൈവം പറഞ്ഞിട്ട് 12-ാം അധ്യായത്തിൽ അവർ ചെങ്കടൽ കടന്ന് പുറത്തു വരുന്നു. അങ്ങനെ അവർ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയുടെ നേതൃത്വത്തിൽ ജനം ഇങ്ങനെ മുമ്പോട്ട് പോയി മരുഭൂമി കൂടെ പോവുകയാണ്. അങ്ങനെ അവർ 23-ാം
15-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, മാറയിലെത്തിയാറേ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർ കഴിഞ്ഞില്ല, അത് കയ്പുള്ള വെള്ളമായിരുന്നു, അതുകൊണ്ട് അവരതിന് മാറ എന്ന് പേരിട്ടു. അവർ ജനം വല്ലാതെ ബുദ്ധിമുട്ടി മോശയുടെ നേരെ പിറുപിറുത്തു. അപ്പം മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ വൃക്ഷം കാണിച്ചു കൊടുത്ത് 25-ാം വാക്യം, അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ മാറ മധുരമായിട്ട് മാറി, വൃക്ഷം വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിനക്ക് വ്യാധികളൊന്നും വരുത്തുകയില്ല, ഞാൻ യഹോവ റാഫയാകുന്നു, നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇവിടെ ഒരു നാമത്തെ വെളിപ്പെടുത്തുകയാണ്. ആ നാമത്തിൻ്റെ പേര് യഹോവ റാഫ. റാഫ യഹോവ, സൗഖ്യമാക്കുന്ന ദൈവം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഊരുറപ്പിച്ച് ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെയോ? സത്യേറ്റം പറ, ഊരുറപ്പിച്ച് പോകാനൊക്കെയോ? ചാകാൻ തുടങ്ങുന്നവൻ ആശുപത്രി പോയാൽ എൻ്റെ മോനെ ചത്തെന്നറിഞ്ഞാലും അവർ 500 ഇഞ്ചക്ഷൻ എടുത്ത് ഒക്കെങ്കിൽ അരമണിക്കൂർ കിടത്തി 5000 രൂപ ബില്ലാക്കിയിട്ട് വിടത്തുള്ളൂ. കൊണ്ടുവരുന്ന ചത്തിട്ടാണെങ്കിൽ പോലും ഇതെല്ലാം ചെയ്യും. കാരണം ഇത് ഒരു എത്തിക്സ് ഇല്ലാത്തിട്ട് കണ്ണി ടോർച്ചടിച്ച് നോക്കിയാൽ അറിയാൻ ചത്തോ ഇല്ലയെന്ന്. എന്നാലും എക്കോ തൊട്ട് ECG തൊട്ട് വേണമെങ്കിൽ ആൻജിയോഗ്രാം വരെ ചെയ്യും. ഇതൊക്കെയാണ് കാര്യം. കാരണം എന്താ, അവരങ്ങനെയാണ്. പിന്നെ ബില്ലൂടെ അടച്ചിട്ട് പോയി. പിന്നെ ഡെഡ് ബോഡി വിട്ടു കൊടുക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ബില്ല് ഏത് മിടുക്കനാണെങ്കിൽ ഡെഡ് ബോഡി വിട്ടു കൊടുക്കണമെങ്കിൽ ബില്ലൂടെ അടച്ചിട്ട് ഒക്കത്തുള്ളൂ. ഒരാഴ്ചന് ആ പനിയായിട്ട് ആശുപത്രി ചെന്നാൽ 2 പാരസെറ്റമോൾ കഴിച്ചാൽ ഇത് തീരും. പക്ഷേ 1500 ടെസ്റ്റ് എഴുതും. അതെല്ലാം ടെസ്റ്റിംഗ് എല്ലാം കൂടെ കഴിഞ്ഞപ്പം 10000 രൂപ. അവസാനം പാരസെറ്റമോൾ തന്നു 5 രൂപ. ഇത് മെഡിക്കൽ സ്റ്റോറുകാരൻ തന്നേനെ. പക്ഷെ നമുക്ക് ആശുപത്രി പോലെ തൃപ്തിയാകത്ത്. സത്യത്തിൽ മെഡിക്കൽ എത്തിക്സ് എന്നൊക്കെ പറയുന്നത് മാറിയിരിക്കുക. ചെന്നാലോ പിഴിച്ചെടുത്തേ വിടത്തുള്ളൂ. ഇതതിൻ്റെ സത്യം. വേണ്ടാത്തതിന് പോലും എന്ത് പറയുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ഉടനെ അടി വിവരമുള്ളവരൊന്നും ചെയ്യത്തില്ല. അവർ പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറെ സ്പെഷ്യലായിട്ടൊന്ന് കാണും. കാരണം വേണോ വേണ്ടായെന്ന് അറിയും. ധാർമ്മികത എവിടെയൊക്കെ പോയി കിടക്കുന്ന ഒരു സ്ഥലം. എല്ലാവരും അല്ല, കുറേയെങ്കിലുമൊക്കെ ഇതൊരു വല്ലാത്ത ധാർമ്മികതയുടെ ഒരു ലോബിയായിട്ടൊക്കെ മാറിയിരിക്കുക. പക്ഷേ ഇവിടെ മനുഷ്യന് ഊരുറപ്പിച്ച് ചെല്ലാൻ ഒക്കുന്ന ഒരു വൈദ്യനുണ്ട്. ആ വൈദ്യൻ്റെ പേരെന്താണെന്നറിയാമോ? റാഫ യഹോവ എന്ന വൈദ്യൻ. അവൻ സൗഖ്യമാക്കും ദൈവം. രോഗമാണോ? ഓടിച്ചെന്ന് കയറാനുള്ള ഒരു നാമമുണ്ട്. ആ നാമം ബലമുള്ള ഗോപുരമാണ്. ആ ബലമുള്ള ഗോപുരത്തിൻ്റെ പേര് യഹോവ റാഫ. യഹോവയുടെ നാമം അവൻ നിനക്ക് മാറായ എന്താക്കി മാറ്റും? മധുരമാക്കും. ഏത് കയ്പിനെയും മധുരമാക്കുന്ന ഒരു കമ്പുണ്ട്, വൃക്ഷത്തിൻ്റെ കമ്പ്. എന്താണ് വൃക്ഷത്തിൻ്റെ കമ്പ്? ഇത് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ആ ശാപത്തിൻ്റെ കയ്പ് എത്രയോ കൊച്ചുങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ കല്യാണം കഴിച്ചപ്പോൾ എന്തെല്ലാം സ്വപ്നമായിരുന്നു. സ്വപ്നമായിട്ട് കയറി ചെന്നപ്പോൾ കെട്ടിയവൻ കുടിക്കുന്നവൻ, കെട്ടിയവന് വൈകൃതമുള്ളവന് അമ്മായിമ്മ പോരടിക്കുന്നത്, ആകെപ്പാടെ ആ പ്രയാസങ്ങൾ, ഉറങ്ങാൻ കഴിയാത്ത, ഇട്ടേച്ച് പോകാൻ കഴിയാത്ത, കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ. പക്ഷേ അവരുടെയൊക്കെ അവസ്ഥകൾ ഇന്നും മാറ്റി. എന്നറിയാമോ? ഈ കയ്പിനകത്തേക്ക് ഒരു ശക്തി വ്യാപരിച്ചു. ഏത് കയ്പിനെയും മധുരമാക്കുന്ന ഒരു നാമമുണ്ട്. ആ നാമത്തിൻ്റെ പേര് യഹോവ റാഫ. നിൻ്റെ കുടുംബജീവിതം കയ്പാണോ? നിൻ്റെ ജീവിതം കയ്പാണോ? ആ കയ്പിനെ മാറ്റുന്ന ഒരു നാമത്തെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ആ നാമത്തിൻ്റെ പേര് യഹോവ റാഫ. യഹോവ റാഫ. ഇവിടെ ഒരു വല്ലാത്ത രോഗത്തിൻ്റെ കയ്പിൻ്റെ പ്രശ്നത്തിൽ കൂടെ പോവുകയാണ്. ഒരു വൃക്ഷത്തിൻ്റെ കമ്പ് കാണിച്ചിട്ട് പറഞ്ഞു, അത് വെട്ടിയിട്ടാൽ അതിൻ്റെ വെള്ളം മധുരമാകും. പിന്നെ നമ്മൾ പുതിയ നിയമത്തിലോ വചനത്തിലൂടെ ഒക്കെ പോകുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഗിലെയാദിൽ എന്തുണ്ട്? സുഗന്ധ തൈലമുണ്ട്. ഗിലെയാദിൽ വൈദ്യനുണ്ട്, സുഗന്ധ തൈലമുണ്ട്. വായനാനുഭവങ്ങളിൽ നിന്നും ബൈബിൾ സ്റ്റഡി ക്ലാസ്സുകളിൽ നിന്നൊക്കെ കേട്ട ഒരറിവ് പറയട്ടെ. അത് രസകരമായിട്ടും വളരെ ചിന്തനീയമായിട്ടും യുക്തിക്ക് നിരക്കുന്നതായിട്ടൊക്കെ തോന്നി. ഈ സുഗന്ധ തൈലമൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ദേവദാരു വൃക്ഷത്തിൻ്റെ കറയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ബൈബിൾ സ്റ്റഡി ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടിയ അറിവുകളാണ്. അപ്പോൾ അന്നേരം ഇതെങ്ങനെയാണ് ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, ഈ ദേവദാരു ഇങ്ങനെ നേരെ നിൽക്കും, ഇതിൻ്റെ തൊലിയൊക്കെ പൊട്ടാൻ പാടാണ്, കട്ടിയുള്ള പുറന്തോട്. അപ്പം ഈ വടക്കം കാറ്റടിക്കുമ്പോൾ ഈ വൃക്ഷം തെക്കോട്ട് പോകും, തെക്കൻ കാറ്റടിക്കുമ്പോൾ ഈ നെടിയ വൃക്ഷം വടക്കോട്ട് പോകും. പക്ഷെ ചിലപ്പോൾ ഒരു കാറ്റടിക്കുമെന്ന് വടക്കം കാറ്റും തെക്കൻ കാറ്റും കൂടെ അടിക്കുമ്പോൾ ഇതിങ്ങനെ വട്ടം അടിച്ച് കിടന്ന് കറങ്ങും. നമ്മളങ്ങനെ ഒരു പാട്ടും പാടാറുണ്ട്, കൊടിയ കാറ്റ് അടിക്കണമേ. അതിനകത്ത്
അതിനകത്തൊരു ലൈനാണ്, വടതിക്കാറ്റെ നല്ല തെന്നിക്കാറ്റെ പ്രിയം തോട്ടത്തിൽ നിൽക്കുന്ന നടുത്തലകളിമേ അടിച്ചടിച്ചിങ്ങനെ ഓട്ടത്തിൽ കിടന്ന് അടിച്ചടിച്ച് നമ്മൾ വളരെ സന്തോഷത്തോട് പാടുന്നൊരു പാട്ടാണ്. ഇതിങ്ങനെ വട്ടത്തിൽ കിടന്ന് അടിച്ചടിച്ച് ഒലയുമ്പോൾ ഇതിൻ്റെ തോട് ഇങ്ങനെ കീറി വരും. ഈ തോട് കീറുമ്പോൾ അതിനകത്തുനിന്നൊരു കറ വരും. ഈ കറയോട് എടുത്തിട്ടാണ് ഗിലെയാദിലെ തൈലം ഉണ്ടാക്കുക, പ്രശസ്തമായ തൈലം. എന്നാൽ ഈ ഒരു വൃക്ഷത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത് അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം ക്രിസ്തുവിന് ഏതാണ്ട് 6 പതിറ്റാണ്ട് മുമ്പ് പ്രവാചകൻ പ്രവചിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത് അധ്യായം എന്ന് പെട്ടെന്ന് വായിച്ചിട്ട് അതിൻ്റെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ കേൾപ്പിച്ചത് ആരെ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. 2-ാം വാക്യം, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും, വരണ്ട നിലത്തു ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് മേർ മുളയ്ക്കുന്ന പോലെയും അവന്റെ മുമ്പാകെ വളരെ. ഒരു വൃക്ഷത്തിനോട് സാദൃശ്യപ്പെടുത്തി പ്രവാചകൻ അവനെ പറയുകയാണ്, അത് ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്ന പോലെയും വളരും. അങ്ങനെ ഒരു വൃക്ഷം വളർന്നു. ആ വൃക്ഷം മറ്റൊന്നല്ല, യേശു എന്ന വൃക്ഷം. അത് വളർന്നു. പക്ഷെ അതിൻ്റെ തോട് പൊട്ടി, പുറന്തോട് പൊട്ടി. എവിടെ വെച്ച് പൊട്ടിയെന്നറിയാമോ? കാൽവറി കുരിശിൽ. അതിൻ്റെ മുമ്പ് ആ പടയാളികൾ ചാട്ട കൊണ്ട് അടിച്ചപ്പോൾ ആ ദേവദാരുവിൻ്റെ പുറം കീറുന്ന പോലെ തൻ്റെ പുറമേനി അടിച്ച് കീറപ്പെട്ടു. ആ കീറപ്പെട്ട ഓരോ ചാലിയിൽ നിന്ന് കറ പുറത്ത് വരുന്നത് പോലെ വന്ന ഒന്നുണ്ട്. അത് പരിശുദ്ധമായ രക്തമാണ്. അട്ടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ പ്രശ്നം രോഗമാണെങ്കിൽ, നിങ്ങളുടെ പ്രശ്നം കയ്പാണെങ്കിൽ, രോഗത്തിൻ്റെ കയ്പ് പേറിക്കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ അവിടെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു നാമമുണ്ട്. ആ നാമത്തിൻ്റെ പേര് യഹോവ റാഫയാണ്. എവിടെയെല്ലാം പാപമോചനം പ്രസംഗിക്കുമോ അതേ ആവേശത്തോടെ ഞങ്ങൾ പ്രസംഗിക്കും. യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. യേശു സൗഖ്യമാക്കുന്ന ദൈവം. അവൻ്റെ നാമത്തിൻ്റെ പേര് യഹോവ റാഫ. അവൻ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം. ഇന്ന് എൻ്റെ ചർച്ചിൽ പ്രസംഗിച്ച ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്, പാസ്റ്റർ ചാക്കോ എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. കുഞ്ഞുനാളിൽ മുതൽ തനിക്ക് ഓർമ്മയുള്ളത്, താൻ പെടച്ച് വീഴുന്നതാണ്, മറ്റൊന്നല്ല. ഫിറ്റ്സ് വന്ന് പെടച്ച് വീഴും. ഒരു ദിവസം 4, 5, 6 പേരോ ഒക്കെ വരും. അതുകൊണ്ട് ഡോസ് കൂട്ടി വളർന്നു. 6, 7, 8, 9 ഒക്കെ ആയപ്പോൾ കളിക്കാൻ പോകാനൊക്കത്തില്ല, കൂട്ടുകാരോട് നടക്കാനൊക്കത്തില്ല. ഒരു ഫിറ്റ്സ് വന്ന കൊച്ചിൻ്റെ ആ എല്ലാ രൂപവൈകല്യങ്ങളും കൂടി കൊടിയ മരുന്നെടുത്തിട്ട് ഈ കൊച്ചൻ നടക്കുക. എല്ലാവരും അവനെ ഇങ്ങനെ മാറ്റി നിർത്തും, എങ്ങോട്ടും കളിക്കാൻ വിടത്തില്ല എപ്പോഴും. അതുകൊണ്ട് തന്നെ പഠനത്തെ ബാധിച്ചു, ജീവിതം എല്ലാം അല്ലാതെ ബുദ്ധിമുട്ടി. അങ്ങനെ തകർന്നിരിക്കുമ്പോൾ 10-ാം ക്ലാസ്സൊക്കെ അടുക്കാറായ സമയം കൊച്ചൻ തന്നെ ദൈവത്തോട് നിലവിളിച്ചു, എൻ്റെ ദൈവമേ, നിനക്കെന്നെ സൗഖ്യമാക്കാൻ കഴിയുമോ? പക്ഷേ ആർക്കും വേണ്ടാത്ത ലോകത്തിന് പോലും ഒരു ഭാരമായ അവനോട് അന്ന് രാത്രി കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ അടുക്ക വന്നിട്ട് ഈ കൊച്ചനെ തൊട്ടു. അവനൊന്നും എന്താണെന്നറിയില്ല, പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചു. ആ കൊച്ചൻ ഇന്ന് വലിയ ആളാ തീരുമാനിച്ചു, ഇനി ഞാൻ മരുന്നെടുക്കില്ല. മരുന്നെടുത്തില്ലെങ്കിൽ ഒരു നേരം തെറ്റിയ രാവിലെ പിടച്ച് വീഴും. അന്ന് രാവിലെ തന്ന അമ്മ കൊടുത്ത മരുന്ന് കഴിക്കാതെ മാറ്റി വെച്ചിട്ട്, ആരും കാണാതെ മാറ്റി വെച്ചിട്ട് വെയിലത്ത് പോയി നിന്നു. അന്ന് വീണില്ല. പിറ്റേ ദിവസം കൊണ്ടുവന്ന മരുന്ന് കഴിക്കാതെ മാറ്റി വെച്ചു, അന്ന് വീണില്ല. അന്ന് മാറ്റിയ മരുന്ന് ഇന്നും മാറ്റി വെച്ചിരിക്കുക. മക്കൾ 2 എല്ലാം മാറി. എങ്ങനെ മാറി? ഈ റാഫ വെളിപ്പെട്ടു. ഇന്ന് രാത്രി വെളിപ്പെടുന്ന ഒരു നാമമുണ്ട്. രോഗത്തിൻ്റെ ഈ എളിവം പറയും, അവൻ സൗഖ്യമാക്കും ദൈവമാണെന്ന്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പോലും എന്നോട് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, സുഹൃത്തെ ഇതിങ്ങനെ പറയല്ലേ. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടല്ല. തന്നെയല്ല, പറഞ്ഞില്ലെങ്കിൽ അറിയും. ഇടക്കാലങ്ങളിൽ വല്ലാതെ ബുദ്ധിമുട്ടി, സോറിയാസിസ് വന്ന് വല്ലാതെ ബുദ്ധിമുട്ടി. ഈ സോറിയാസിസൊക്കെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിൻ്റെ പരള ഇങ്ങനെ ഇളകാൻ തുടങ്ങും. എവിടെ കിടന്നാലും ഉറുമ്പ് തേടി വരും. കിടക്കാൻ പോലും ഒക്കത്തില്ല. ഇത് തിന്നാൻ അപ്പോഴാണ് നമ്മളെ ആർക്കും വേണ്ടെങ്കിലും ഉറുമ്പിന് വേണമെന്ന് തോന്നുന്നത്. ഇത് വന്ന് കടിക്ക്. എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം. വല്ലാതെ ബുദ്ധിമുട്ടിയ ദിവസങ്ങളുണ്ട്. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. ആ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ റാഫ യഹോവയാണ്. ഇന്ന് രാത്രി നിൻ്റെ ജീവിതത്തിൻ്റെ കയ്പിനെ മാറ്റുന്ന ഒരു നാമത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആ നാമം യഹോവ റാഫ. എത്ര പേര് മുറുകെ പിടിക്കുക ആ നാമത്തെ? ഇന്ന് രാത്രി മുറുകെ പിടിച്ച് വിട്ടുകൊടുക്കരുത്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാ. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് കയറി പിടിച്ചോ. റാഫ യഹോവ. അതേ ആർജവത്തോടെ ഞങ്ങൾ പറയും, ആവേശത്തോടെ ഞങ്ങൾ പറയും. ചിലർ മരിച്ചിട്ടുണ്ടായിരിക്കുക, ചിലർ രോഗസൗഖ്യത്തിൽ പിടിച്ചു നിന്ന് മരിച്ചിട്ടുണ്ടായിരിക്കുക. ഞങ്ങളുടെ അവിടെ അടുത്ത്
ഒരു സഹോദരി ക്യാൻസർ വന്ന് മരിക്കുകയാണ്. മരണത്തെ മുഖാമുഖം കാണുന്ന സഹോദരി തൻ്റെ അമ്മയോട് അവസാനം ആവശ്യപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ മരിക്കും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. പക്ഷേ അമ്മയൊരു കാര്യം ചെയ്യണം, നാളെ എൻ്റെ പന്തലിൽ നിന്നുകൊണ്ട് അമ്മ പറയണോ എൻ്റെ മോൾ ക്യാൻസർ വന്ന് മരിച്ചു, അത് അർത്ഥമാകുന്നില്ല എൻ്റെ യേശു സൗഖ്യമാക്കത്തില്ലെന്ന്. എൻ്റെ മോൾ മരിച്ചാലും എൻ്റെ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. അതെ, ദൈവം സൗഖ്യമാക്കുന്ന ദൈവം. പത്രോസ് പരിചയപ്പെടുത്തുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ ആട്ടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇവിടെ പരസ്യ സ്ഥലത്ത് ഈ 3 ദിവസത്തെ കൺവെൻഷൻ്റെ അവസാനത്തെ രാത്രി ഞാൻ നിങ്ങൾക്ക് ആ നാമത്തെ പരിചയപ്പെടുത്തുന്നു. ആ നാമം സൗഖ്യമാക്കുന്ന നാമം യഹോവ റാഫ. അതാണ് ഞങ്ങളുടെ സാക്ഷ്യം, അതാണ് സഭയുടെ അനുഭവം. എവിടെ രോഗികളുണ്ടോ അവിടെ ഞങ്ങൾ പോകുമായിരുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ പോകുമായിരുന്നു. അവർ അവിടെ പായിടുമായിരുന്നു, മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ കാശില്ലാത്തതിൻ്റെ ചുറ്റും ഇരുന്നു കൊണ്ട് അവർ പാടി, രോഗികൾക്ക് നല്ല വൈദ്യനാകും യേശുദാൻ, നിന്റെ പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. പാടി എഴുന്നേറ്റപ്പോൾ രോഗികൾ എഴുന്നേറ്റു. അതെ, സഭയുടെ സാക്ഷ്യം അതാണെങ്കിൽ, അതാണ് സഭയുടെ സാക്ഷ്യമെങ്കിൽ ഇന്നും ഞങ്ങൾ പറയും യേശു സൗഖ്യമാക്കുന്നവന്. ആര് തള്ളിയതിനെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി യഹോവ റാഫയുടെ ശക്തി, ആ നാമത്തിൻ്റെ ശക്തി ഈ പന്തലിനകത്ത്, ഈ ഗ്രൗണ്ടിനകത്ത്, ഈ ദേശത്ത് വ്യാപരിക്കട്ടെ. ആ നാമം സൗഖ്യമാക്കുന്ന നാമം യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ രോഗം വല്ലാതെ നിന്നെ വേട്ടയടിയുകയാണോ, നിന്റെ ശരീരം ബലഹീനമാകുകയാണോ, നിന്റെ കൽമുട്ടുകൾ വിറയ്ക്കുകയാണോ, നിനക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണോ, പ്രിയപ്പെട്ട സഹോദര, രുചിച്ചു നോക്കൂ, യഹോവ നല്ലവനെന്ന് രുചിച്ചു നോക്കൂ. 2 രീതിയിൽ ഈ സൗഖ്യത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒന്നിൽ ഒരു സഡൻ ഹീലിംഗ് ആയിരിക്കും. 1966 എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസറായി കോട്ടയം മെഡിക്കൽ കോളേജിൽ തള്ളിയപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞങ്ങളോട് ആദ്യം സുവിശേഷം പറയുന്നത് ഒരു പാസ്റ്ററല്ല, ഒരു മറ്റാരുമല്ല. അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ, അവരൊരു ഹൈന്ദവ സഹോദരിയാണ്, ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരിയാണെന്ന് കേട്ടിട്ടുണ്ട്. ആ ഡോക്ടർ എൻ്റെ അപ്പച്ചനോട് വിളിച്ചു പറഞ്ഞു, അപ്പച്ചാ ഈ അമ്മച്ചി മരിച്ചു പോകും, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, മെഡിക്കൽ സയൻസ് കൈ മലർത്തി, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് യേശുവിനെ അറിയാം, യേശു സൗഖ്യമാക്കും, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക. ആദ്യം ഞങ്ങളോട് യേശുവിനെ സൗഖ്യമാക്കുന്ന യേശുവിനെ പരിചയപ്പെടുത്തിയ ഒരു ഉപദേശിയല്ല, ഒരു അക്രൈസ്തവയായ ഒരു ഡോക്ടറാണ് പറഞ്ഞത്, യേശുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ യേശുവിനോട് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മുറിക്കകത്ത് വെളിപ്പെട്ട യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ അമ്മച്ചിയെ സൗഖ്യമാക്കി. ദീർഘവർഷങ്ങൾ ജീവിച്ചിരുന്ന് കർത്താവിൻ്റെ വേല ചെയ്തു. ചിലർക്ക് യേശു സഡൻ ഹീലിംഗ് കൊടുക്കുക. ഇന്ന് രാത്രി അവൻ റാഫ യഹോവ, റാഫ യഹോവ, റാഫ യഹോവ, റാഫ യഹോവ. മരണത്തിൻ്റെ വക്കോളം പോയാൽ വിടിവിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. മരണത്തിൻ്റെ വക്കോളം പോയാൽ വിടിവിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. കാരണം അവൻ കുഴിയിൽ നിന്ന് കരയേറ്റുന്ന ദൈവമാണ്. അവൻ രട്ടടിച്ച് നമ്മളെ നൃത്തം മുടിപ്പിക്കുന്ന ദൈവമാണ്. അവൻ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി രോഗത്തിൻ്റെ കയ്പ്, ജീവിതത്തിൻ്റെ കയ്പുകളെ മാറ്റുന്ന ഒരു നാമമുണ്ട്. ആ നാമം യഹോവ റാഫ, എന്നെ സൗഖ്യമാക്കുന്ന നാമം. ഹല്ലേലൂയ. എന്നാൽ ചിലപ്പോൾ രോഗശാന്തി ആയിരിക്കുക. 1ഉം 2ഉം വർഷത്തെ ഡയബറ്റിക്കിനകത്ത് തകർന്ന് കിടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കിഡ്നി ഫെയിലായി പോയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ 45-48 വർഷമായിട്ട് ജീവിച്ചിരുത്തി ആരോഗ്യത്തോടെ നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അവർ പറയും, ഞങ്ങളുടെ മരുന്ന് കൊണ്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത് യേശു ഞങ്ങളെ അവൻ്റെ. അതുകൊണ്ടാണ് പൗലോസോട് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്ന ദൈവകൃപ. ആ രോഗത്തിൻ്റെ മുള്ളുള്ളപ്പം തന്നെ അതിന്മേൽ വ്യാപരിക്കും. രോഗശാന്തിയായി, രോഗസൗഖ്യമായി ഈ റാഫ വെളിപ്പെടും യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി റാഫയുടെ ആ നാമത്തിൻ്റെ ശക്തി ഈ പന്തലിനകത്ത് വ്യാപരിക്കട്ടെ. ഇത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവിടെ മേൽ ഇന്ന് രാത്രി ആ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. വിശ്വസിച്ചാൽ ക്രൂശിൻ്റെ വചനം ഞാൻ എത്ര പ്രസംഗിച്ചാലും നിങ്ങൾക്കിതൊരു പ്രസംഗം മാത്രം. എന്ന ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ നാമം ഇന്നും രാത്രിയിലും വ്യാപരിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന നാമത്തിൻ്റെ ശക്തി കരമടിച്ച് ദൈവത്തെ ഇന്ന് രാത്രി ആവേശത്തോടെ, അനുഭവത്തോടെ, ആർജവത്തോടെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവരല്ല, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു വലിയ ആശയങ്ങൾ പറയുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഇത് വലിയ ആശയങ്ങളൊന്നും അല്ല. ഇത് ആശയമല്ല സുഹൃത്തെ, ഇത് ആശയമല്ല, അനുഭവത്തിൽ എന്ന് പറയും. അവൻ റാഫ. ഞങ്ങൾ ആശയം പ്രസംഗിക്കാൻ നിൽക്കുകയല്ല. ഞങ്ങൾ അറിഞ്ഞത്, ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടത്, ഞങ്ങളുടെ കണ്ണ് കണ്ടത്, ഞങ്ങളുടെ നാവ് രുചിച്ചത് ഒരു നാമമുണ്ട്. ആ നാമം സൗഖ്യമാക്കുന്ന നാമം യഹോവ റാഫ, 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 റാഫ. എല്ലാവരും ആ റാഫയെ അനുഭവിച്ചിട്ടുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. ഒരു പക്ഷേ ഞാനിപ്പോൾ ഒന്ന് മാറി നിന്നാൽ, സാക്ഷ്യം പറയാൻ ഒന്ന് വിളിച്ചാൽ ഒത്തിരി പേര് കാണും ഇതിനകത്തേക്ക് ഓടി വന്ന് ഇത് സത്യമാണെന്ന് പറയാൻ. അങ്ങനെ ഒരു സാക്ഷ്യം എനിക്കുണ്ടെന്ന് ഇന്ന് രാത്രി പറയാൻ കഴിയുന്നവർ പന്തലിരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതെ, ഇത് എൻ്റെ സാക്ഷ്യമാണെന്ന് പറയാൻ കഴിയുന്നവർ അവൻ റാഫ,
റഫ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. യേശുവിന്റെ നാമത്തിൽ രോഗികൾക്ക് വേണ്ടി ഇന്ന് രാത്രി കർത്താവിന്റെ ശക്തി വ്യാപരിക്കും. ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ഒത്തിരി പ്രാർത്ഥനയോടെ, ഒത്തിരി ഒരുക്കത്തോടെ മഴ പെയ്തപ്പോൾ കർത്താവെ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചൊക്കെ നടത്തിയ ഈ കൺവെൻഷൻ ഒരുപക്ഷെ മഴ പെയ്തതുപോലും എന്തിനു വേണ്ടി ആയിരിക്കാം? നിങ്ങളുടെ പ്രാർത്ഥനയെ കൂട്ടാൻ വേണ്ടി ആയിരിക്കാം. പ്രാർത്ഥന ഇന്ന് രാത്രി കൂട്ടിയത് എന്തിനു വേണ്ടിയാ? ഈ നാമത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കാൻ വേണ്ടി. അതാ നഗതുന ഹത്തന, അത് നന്മയ്ക്കാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി യോഗത്തിന് വേണ്ടി നിങ്ങൾ ഏറെ പ്രാർത്ഥിച്ചില്ലേ? ഇന്നലകളിൽ പ്രാർത്ഥിച്ചതിനെക്കാട്ടിലും ഇന്നലെ രാത്രി എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ കൂടെ ദൈവാത്മാവ് ഇടപെട്ടു. എന്നാൽ ഒരു പക്ഷേ അതിനും കൂടുതൽ ഇന്ന് രാത്രി നിങ്ങൾ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നടക്കുമെന്ന് തോന്നിയിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ആ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യഹോവ റാഫ 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 റാഫ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. വെള്ളി പൊന്ന് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഒറ്റ നാമം. ആ നാമത്തിന്റെ ശക്തി മാത്രം, യേശുവിന്റെ നാമം റാഫ. യഹോവ അവൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, അവൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. 16-ാം അധ്യായത്തിൽ അവർക്ക് 15-ാം അധ്യായത്തിൽ വെളിപ്പെട്ട ഒരു പേര് യഹോവ റഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു രഫീദീമിൽ വെച്ച് അതിൻ്റെ 8-ാമത്തെ വാക്യം യുദ്ധമുണ്ടായി. യുദ്ധം ചെയ്തപ്പോൾ അമാലിക്ക് ശക്തികൾ കയറി വന്നു. ഒരു ജഡശക്തിയായിട്ട് ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്. ഈ പോരാട്ടം വന്നപ്പോൾ ദൈവം ആ മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. മോശേ, നീ കയറിയിട്ടൊരു കാര്യം ചെയ്യണം. നിന്റെ കരം ഉയർത്തി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. നിന്റെ കരം ഉയർത്തി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് കൈ നീട്ടാൻ അറിയില്ല, കൈ നീട്ടി ചെവിക്കൻ്റെ തടിക്കാൻ അറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊരു യുദ്ധമുറയുണ്ട്. ആ യുദ്ധമുറ ആർക്കും അറിയാത്തൊരു യുദ്ധമുറ. ഈ യുദ്ധമുറയുടെ പേര് കൈ നീട്ടത്തില്ല, കൈ വീശത്തില്ല, ആയുധം എടുക്കത്തില്ല. എന്നാൽ ഞങ്ങൾ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരാ. കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നറിയാം, യുദ്ധവീരനായ യഹോവ യുദ്ധം ചെയ്യാൻ വേണ്ടി വരും. ഈ മാർഗത്തിൻ്റെ പ്രത്യേകത, ഇത് കരം നീട്ടി അടിക്കുന്ന മാർഗമല്ല, ഇത് ആയുധം എടുക്കുന്ന മാർഗമല്ല. അതെന്നേ ഉപേക്ഷിച്ചു. എന്നാൽ ഞങ്ങൾക്ക് ആയുധ പരിശീലനമില്ല, ഞങ്ങൾക്ക് മറ്റൊരു പരിശീലനമുണ്ട്. കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു പരിശീലന കളരിയുണ്ട്. ആ പരിശീലന കളരി ദൈവം ഞങ്ങളെ കൊണ്ടിട്ട് ആരും പഠിപ്പിച്ചില്ല, പക്ഷെ പരിശുദ്ധി ആത്മാവ് പഠിപ്പിച്ച ഒരു കളരിയുണ്ട്. ആ കളരിയുടെ പേരാണ് പ്രാർത്ഥന എന്ന കളരി. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, തോറ്റുപോകുമെന്ന് ചിന്തിക്കുന്നിടത്ത് ഉയർത്തി പ്രാർത്ഥിക്കാൻ ഒരു കരം. ആ കരം ഇങ്ങനെ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു വിജയമുണ്ടായി. അവർ ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി. ഇന്ന് രാത്രി പരിചയപ്പെടുത്തട്ടെ. നിൻ്റെ ജീവിതം പരാജയത്തിലേക്ക് പോവുകയാണ്, ബിസിനസ് പരാജയത്തിലേക്ക് പോവുകയാണ്, തൊട്ടതും പിടിച്ചതെല്ലാം പരാജയപ്പെടുകയാണ്. നീ ഒരു പരാജയമാണോ? നീ നിന്നോട് തന്നെ പറഞ്ഞു, ഞാനൊരു പരാജയമാണ്, എനിക്കെന്തിനെ കഴിയത്തുള്ളൂ, ഇതെൻ്റെ വിധിയാ. എന്നാൽ നിൻ്റെ വിധിയെ മാറ്റുന്ന ഒരു നാമമുണ്ട്. ആ നാമത്തിൻ്റെ പേര് യഹോവ നിസി എന്ന നാമം. പരാജയപ്പെട്ടിടത്ത് വിജയിപ്പിക്കുന്ന ഒരു നാമമുണ്ട്. ആ നാമത്തിൻ്റെ പേര് യഹോവ നിസി. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. യഹോവ നിസി, യഹോവ നിസി, യഹോവ നിസി, യഹോവ നിസി, യഹോവ നിസി, യഹോവ നിസി. അവൻ വിജയിപ്പിക്കുന്ന ദൈവം, അവൻ കരുതുന്ന ദൈവമാണ്, അവൻ പരാജയങ്ങളെ വിജയമാക്കുന്ന ദൈവമാണ്. എൻ്റെ ജീവിത മണ്ഡലത്തിൽ പരാജയപ്പെട്ടു പോയെന്ന് കരുതിയ എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമുണ്ട്. അവൻ വിജയിപ്പിക്കുന്ന ദൈവമാണ്. അതിനൊരേ ഒരു വഴി, മുട്ടുമടക്കുക, കരമുയർത്തുക, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, പിറുപിറുപ്പ് മാറ്റിയിട്ട്, ഞാൻ പരാജയത്തിൻ്റെ കാരണം വെല്ലോൻ്റെ മണ്ട കെട്ടിവെക്കുന്നത് അവസാനിപ്പിച്ചിട്ട്, വാഗ്വാദങ്ങൾ അവസാനിപ്പിച്ചിട്ട്, അടച്ചിട്ട മുറിക്കകത്തേക്ക് കയറുക, കരമുയർത്തി പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാം, ഒരു വിജയം സുനിശ്ചിതമാണ്. ഒരു നാമം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ആ നാമത്തിൻ്റെ പേര് യഹോവ നിസി, വിജയിപ്പിക്കുന്ന നാമം. അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അനുഭവത്തിൽ എന്ന് പറയുന്നതിന് ഭയങ്കര ശക്തിയാണ്. എല്ലാവരും അത് കാണട്ടെ. ഈ ഉയർത്തപ്പെട്ട കരങ്ങൾ വെറുതെ ഉയർത്തതല്ല. പരാജയപ്പെട്ടു എന്ന് ലോകം വിധി എഴുതിയെടുത്ത്, പരാജയപ്പെട്ടു എന്ന് എല്ലാവരും മുദ്രയിട്ടെടുത്ത് ഉയർത്തിയ ഒരു നാമമുണ്ട്. ആ നാമം എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ നാമം പാടും നാമം. ആ നാമത്തിൻ്റെ പേര് യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി, എൻ്റെ ജയത്തിൻ്റെ കൊടി. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പറയപ്പെട്ട ഒരു അനുഭവമുണ്ട്. ആ അനുഭവം വെറുതെ പറയുന്നതല്ല. ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. ചിലരൊക്കെ പറയത്തില്ലേ, ചോരച്ചാലുകൾ നീന്തി കയറി രണഭൂമികളിൽ ധീരത കാട്ടിയ മുദ്രവാക്കിയ. അതിലേറെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്തെല്ലാം വൈതരണികളെ ഞങ്ങൾക്ക് അതിജീവിച്ച കയറി വന്നത്. ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും കുരുത്ത് വന്നതല്ല, വല്ലാതെ ചവിട്ടി കയറി വന്നതോ. എന്തെല്ലാം പ്രശ്നങ്ങൾ കയറി വന്നു. പക്ഷേ അവിടെ എല്ലാം വിജയിപ്പിച്ചത് ഒന്നുണ്ട്, ഈ നാമത്തിൻ്റെ ശക്തിയെ. പരാജയപ്പെടുത്താൻ വേണ്ടി ഒത്തിരി ശക്തികൾ വന്നു. അത് അദൃശ്യമായ ശക്തികൾ, ദൃശ്യമായ ശക്തികൾ എന്നല്ല, അവിടെ എല്ലാം വിജയിപ്പിച്ച ഒരു ദൈവമുണ്ട്. ഒരിക്കൽ ഒരു ക്രൈസ്തവ പശ്ചാത്തലം
പശ്ചാത്തലത്തിൽപ്പെട്ട ഒരമ്മ രാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അവർക്കൊരു വിഷാദത്തിൻ്റെ പ്രയാസം. അവർ വന്നു, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് നല്ല സന്തോഷം. അവർ പറഞ്ഞു, ഞാൻ പാസ്റ്ററേജി കിടന്നോളാൻ പറഞ്ഞു. വിശ്വാസ ഭവനത്തിൽ കിടന്നുറങ്ങി. രാത്രി നോക്കുമ്പോഴൊക്കെ സുഖം ഉറക്കം. വെളുപ്പിന് എൻ്റെ ഭാര്യ എഴുന്നേറ്റ് ചായമായിട്ട് ചെന്നപ്പോൾ ഈ സഹോദരി അവിടെ കാണുന്നില്ല. അവർ മിസ്സായിരിക്കുന്നു, പുറത്ത് വല്ലതും പോയതായിരിക്കുമെന്ന് ഓർത്തു. പ്രാഥമിക ആവശ്യങ്ങൾ. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പം കാണാഞ്ഞപ്പോൾ എന്നെ വന്ന് വിളിച്ചു, അച്ഛാ അവരെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ കാണും. അവിടെ എല്ലാം തപ്പി, അവരെ കാണുന്നില്ല. അപ്പം ഞങ്ങൾ അലേർട്ടായി. അപ്പോഴത്തേന് മണി 7:30 തപ്പാൻ തുടങ്ങി. അവരെ വീടുകൾ അറിയിച്ചു. വീട്ടിൽ ചെന്നിട്ടില്ല, ബന്ധു വീട്ടിൽ ചെന്നിട്ടില്ല. ഫസ്റ്റ് ബസ് പോയിടത്തെല്ലാം പോയി, കാണുന്നില്ല. ചുരുക്കത്തിൽ എല്ലാവരും വന്നു, അവരുടെ ആൾക്കാർ വന്നു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എൻ്റെ പ്രായമുള്ള പിതാവ് ചാരുകസര ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് കിടക്കുമ്പോൾ തനിങ്ങനെ അസ്തപ്രജ്ഞനായി കിടക്കുക. ഇവരെ കാണുന്നില്ല. വന്ന ആ സഹോദരിയുടെ ഭർത്താവ് തന്നെത്താൻ ഇടിച്ചങ്ങ് ഉരുളാൻ തുടങ്ങി. എൻ്റെ ഭാര്യ എവിടെ കൊണ്ടുവച്ചേക്കുന്നത്? എൻ്റെ ഭാര്യ തരുന്നുണ്ടോ? എൻ്റെ ഭാര്യ എന്ത് അറിയില്ല, വീട്ടിൽ കൊണ്ടാക്കിയതാ, പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാ, കാണുന്നില്ല. എല്ലാം അനിശ്ചിതത്തിലേക്ക് പോയി. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങിയ കുഞ്ഞുങ്ങൾ എല്ലായിടത്തും തപ്പി വാർത്താമാധ്യമങ്ങളിൽ കൊടുക്കാൻ നോക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ഒരു പ്രയോജനമില്ല. ആ 9:30 ഏതാണ്ട് 10 മണിയാകുന്നു. അപ്പോഴത്തേന് ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്തു. എങ്ങും ഈ സഹോദരി എത്തിയിട്ടില്ല. വല്ലാത്ത ഭീതിയുടെ നിമിഷങ്ങൾ. ഇന്നും എല്ലാം അറിയാവുന്ന ഒറ്റ വഴിയുള്ളൂ ഇങ്ങനത്തെ പ്രതിസന്ധി. ആ വഴി ഞാൻ പരിചയപ്പെടുത്താൻ പോയി. കവന്ന് വീണു. കർത്താവിനെടുക്കുക, കർത്താവേ ഇച്ചൂടെ കഴിയും. ഞാൻ നോക്കുമ്പോൾ 100 കണക്കിന് ചെറുപ്പക്കാർ പലയിടത്തുനിന്നായി അവരുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ വരാൻ തുടങ്ങി. അവരെല്ലാം ചോദിക്കുന്നു, എന്തിയെ. ഇപ്പോൾ അവർ ശാന്തരാണ്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ അതിൻ്റെ രൂപം മാറും, അതിൻ്റെ ഭാവം മാറും. പേടിയായി. കർത്താവെ എന്ത് ചെയ്യും? ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം പോകുകയാണ്. ഞാൻ ആ സ്റ്റേജ് കമന്ന് വീണ് കരയാൻ തുടങ്ങി. 10:30, 11:30, 12 മണിയായി, 12:30. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, വെള്ളം അറിവുണ്ടോ? ഒരറിവില്ല. ഇടയ്ക്ക് എൻ്റെ ഭാര്യ വന്ന്, ഇച്ചിരി വെള്ളം. ഞാൻ പറഞ്ഞു, വെള്ളം ഇറങ്ങത്തില്ല പ്രിയരെ, ഈ സമയത്ത് വെള്ളം ഇറങ്ങത്തില്ല. 1 മണി ആകാറായപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം കേട്ടു. എന്താണ്? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ടൗണിലോട്ട് പോകുമ്പോൾ കുറച്ച് ദൂരം പോകുമ്പോൾ എൻ്റെ കുടുംബത്തിന് എൻ്റെ ഉപ്പാപ്പൻ താമസിക്കുന്നു. അതിൻ്റെ കിണറിൻ്റെ ആ വീടിന് അവിടെ കുറേ ദൂരെ ഒരു കിണർ. ആ കിണർ വലയിട്ട് മൂടിയിരിക്കുക. അമ്മച്ചി അവിടെ ചെന്ന് എന്തോ കാര്യത്തിന് ചുമ്മാ നോക്കിയപ്പം കണ്ടു ഒരു സ്ത്രീ കണ്ടിക്കിടക്കുന്നു. എല്ലാവരും അങ്ങോട്ട് ഓടുക. ആരാന്നറിയില്ല. വരുന്നോ? ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല. ഇവൾ ഓടിയിട്ട് തിരിച്ച് ഓടി വന്ന് പറഞ്ഞു, നമ്മുടെ ഇച്ചയ്യ കണ്ടിക്കിടപ്പുണ്ട്. 1:30 വെള്ളമുള്ള കിണറ്റി എടുത്ത് ചാടിയിട്ട് അവർ പൊങ്ങി വന്നപ്പോൾ ഒരു പോച്ച പിടി കിട്ടി. 5:30 മണിക്ക് അവർ ചാടി. കാരണമുണ്ട്, അതുവഴി പോയ ഒരു സഹോദരൻ കണ്ടായിരുന്നു ഒരു സ്ത്രീ ഇറങ്ങി വരുന്നത്. അദ്ദേഹം ഓർത്ത് പാലുകാർത്തിയാന്നും വെച്ചോണ്ട് ശ്രദ്ധിച്ചില്ല. 5:30 മണിക്ക് ചാടിയ ഈ സ്ത്രീ വരെ ഒരു പോച്ച പിടിച്ചു കിടന്നു. പറഞ്ഞു പോകുന്നില്ല. ഫയർഫോഴ്സ് വന്നു. അവർക്കൊന്നും പറ്റിയില്ല. ഒരു പോറൽ പോലും ഏക്കാതെ ഈ സഹോദരി പുറത്തെടുത്തു. പിറ്റേ ദിവസം പത്രത്തിൽ ഒരു വാർത്ത വന്നു, ഇന്നടത്ത് ഇന്നാരുടെ ഭാര്യ ബന്ധുവീട് സന്ദർശിക്കാൻ പോയ വഴി കാൽ വഴുതി കിണറ്റി വീണു. ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പക്ഷെ വന്നത് അതിനൊന്നും അല്ല. എന്തെല്ലാം വാർത്ത വരുമായിരുന്നു? നിങ്ങൾ പറ, വാർത്ത എന്തെല്ലാം വരുമായിരുന്നു? വാർത്ത വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയണ്ടായല്ലോ. പത്രക്കാർക്ക് എഴുതാനല്ലേ ഉള്ളൂ. ദുരൂഹ സാഹചര്യത്തിൽ പ്രാർത്ഥനാ ആലയത്തിൽ നിന്ന് മിസ്സായി. ഇതൊക്കെയല്ലേ വരേണ്ടത്? തീർന്നേനെ. എന്ന ഒന്നും സംഭവിച്ചില്ല. ഒറ്റ കാര്യം കൊണ്ട് സംഭവിക്കാഞ്ഞത്, കരമുയർത്തി പ്രാർത്ഥിച്ചാൽ പരാജയപ്പെടുമെന്ന് വിധി എഴുതുന്നിടത്ത് ഉയർത്താൻ കഴിയുന്ന ഒരു നാമമുണ്ട്. ആ നാമത്തിൻ്റെ പേര് യഹോവ നീസി. ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? യഹോവ നീസി. നിന്റെ പരാജയത്തെ വിജയമാക്കുന്ന ഒരു നാമം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെല്ലാമോ? പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവരെ പരാജയത്തെ വിജയമാക്കുന്ന ഒരു നാമത്തെ ഞാനിന്ന് ഹൃദയത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ആ നാമത്തിൻ്റെ പേര് യഹോവ നീസി. എൻ്റെ ജയത്തിൻ്റെ കൊടി. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് സന്തോഷത്തോടെ ചില പരാജയങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തൊട്ടതും പിടിച്ചതും എല്ലാം പരാജയപ്പെടുത്തുന്ന ഒരു ദുഷ്ടശക്തിയുടെ അമർച്ചയ്ക്കകത്ത് നീ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി നീ പരാതി പറയണ്ട. നീ ആരുടെ മണ്ടയ്ക്ക് ചുമറ്റണ്ട. നിന്നെ തന്നെ പഴിചാരണ്ട. മുട്ടുകുത്തി കരമുയർത്തി പ്രാർത്ഥിച്ചോ. ഇതാ ഉറപ്പ് പറയുന്നു, ഈ സാമ്പത്തിക വർഷത്തിൻ്റെ 2018 ഏപ്രിൽ 1-ാം മാസം ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ച് ദൂത് പറയുക. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്റെ പരാജയത്തെ വിജയമാക്കുന്ന ഒരു കൊടിയുണ്ട്. കൊടിയുടെ പേര് യഹോവ നീസി. ചിലത് പരാജയപ്പെട്ട് കിടക്കുകയാണോ? ചിലത് വല്ലാതെ കയ്പില്ലോണ്ട് പോകുകയാണോ? എന്നാൽ ഇന്ന് രാത്രി ആരെയും പഴിചാരണ്ടോ, ആരെയും കുറ്റപ്പെടുത്തണ്ടോ, ആരെയും പിടിക്കണ്ടോ, ആരുടെ മേല് ഒന്നും പറയണ്ട. കരമടച്ച് കണ്ണുകളടച്ച് നിന്റെ വീടിനകത്ത് കയറി ഒക്കെ ഭാര്യയെ കൂടെ കൂട്ടി കുഞ്ഞുങ്ങളെ കൂട്ടി കരമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഒരു കൊടി വെളിപ്പെടും. ആ നാമത്തിൻ്റെ ശക്തി. ആ നാമത്തിൻ്റെ പേര് യഹോവ നീസി. ഇന്ന് ഏപ്രിൽ 1, 2018 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയാണ്. പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യത്തെ രാത്രി ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, നിന്റെ പരാജയത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് യഹോവ നീസി. കരമുയർത്തി സ്വീകരിക്കാമോ? യഹോവ നീസി. ഞാൻ സമൃദ്ധിയുടെ സുവിശേഷകനല്ല, ഞാൻ സമൃദ്ധി പറയാൻ നിൽക്കുന്നവനല്ല. എന്നാൽ എനിക്കൊന്നറിയാം, ദാരിദ്ര്യം വഴിപോക്കനെ പോലെ കയറി വരുത്തു. എന്നാൽ എൻ്റെ
എൻ്റെ ദൈവം അങ്ങനെ നിന്നെ വഴിപോക്കനെ പോലെ നിന്റെ വീട്ടിൽ ദാരിദ്ര്യത്തെ കൊണ്ടിടാൻ വേണ്ടി വരുന്ന ഒരു ദൈവമല്ല. എൻ്റെ ദൈവം നിന്നെ നന്മയും കരുണയും എൻ്റെ ജീവകാലമൊക്കെ എന്നെ പിന്തുടരുന്ന ദൈവം. വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയുന്നു, ഞാൻ നിന്നെ വിജയിപ്പിക്കുന്ന ദൈവമാണ്. പരാജയത്തിൻ്റെ കയ്പുനീര് കുടിച്ച് കുറേ കാലഘട്ടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ചിലരുടെ ജീവിതത്തിൽ നിന്ന് ആ കാലഘട്ടം അവസാനിക്കട്ടെ. സങ്കീർത്തനം 22 തുടങ്ങുന്നത്, എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടത് എന്ത്? അത് മശികാ സങ്കീർത്തനമായിരിക്കാൻ കാരണമുണ്ട്. കർത്താവ് അതേ വാക്ക് കാൽവരിയിൽ ഉദ്ധരിച്ചത് കൊണ്ടാണ്. എന്നാൽ അന്നേക്കാൾ വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരൻ അത് പറയുമ്പോൾ അതിനൊരു പ്രവാചക മാനം ഉള്ളപ്പം തന്നെ തൻ്റെ ജീവിതമായിട്ട് അതിന് ബന്ധമുണ്ട്. അവന് പോലും തോന്നി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടു പോയോ. എന്നാൽ അവസാനിക്കുന്ന 22-ാം സങ്കീർത്തനം അവസാനിക്കുന്നത് ആ ഒരു വാക്കോടല്ല. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് പറയും, അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറയും. കൈവിടപ്പെട്ടു പോയി, പരാജയപ്പെട്ടു പോയെന്ന് പറയുന്ന ഒരു സമയമുണ്ടായിരിക്കാം. എന്നാൽ അവസാനിക്കുന്ന അത് പറഞ്ഞുകൊണ്ടല്ല, നിവർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അവർ ആ സ്ഥലത്തിന് പേരിട്ടു യഹോവാ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യൻ വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. അവിടെ ദൈവം വന്നിട്ട് പറയുന്നു, പരാക്രമശാലിയെ നിനക്ക് സമാധാനം. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം തന്നോട് പറയുന്നു, നീ യുദ്ധത്തിനൊക്കെ പോകാൻ പറയുന്നു. യുദ്ധത്തിന് പോകാൻ പറഞ്ഞപ്പോൾ ഒരു വലിയ വിസ്താര ഭയത്താൽ വേഗത്തിൽ പോകട്ടെ. ഒരു വലിയ സമൂഹം മുമ്പോട്ട് വരുന്നു. ഒത്തിരി പേര് വന്നു. അപ്പം താനൊരു കൽപ്പന കൊടുത്തു, ഭയവും ഭീരത്വം ഉള്ളവരെല്ലാം എന്ത് ചെയ്തോട്ടെ, വിട്ടുപൊക്കോളാൻ പറഞ്ഞു. എല്ലാവരും പോയി. ശേഷിച്ചത് ഒരു നല്ല സമൂഹം അവശേഷിച്ചു. അവരോട് താൻ പറഞ്ഞു, നീ അവരെ കൊണ്ട് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. വെള്ളത്തിനടുത്തോട്ട് പോയിട്ട് അവരോട് വെള്ളം കുടിക്കാൻ പറയാൻ പറഞ്ഞു. അതിനകത്തൊരു ഭൂരിപക്ഷം വെള്ളം കുടിച്ചു. എങ്ങനെ കുടിച്ചു? നായ നക്കി കുടിക്കുന്ന പോലെ എന്ത് ചെയ്തു? നക്കി കുടിച്ചു. എന്താ നക്കി കുടിക്കുന്ന പോലെ നക്കി കുടിച്ചത്? 4 കാലം നിന്നിട്ട് നക്കി കുടിച്ചു. വെള്ളത്തിൻ്റെ അടുക്ക് പോയിട്ട് 4 നിന്നിട്ട് നക്കി കുടിച്ച് നോക്കണം. ഒരു കാഴ്ച കാണാം. ആ വെള്ളത്തിനകത്ത് ആരെ കാണുമെന്ന് അറിയാമോ? നിങ്ങളെ കാണും. നിങ്ങളെ കണ്ട നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാകത്തില്ല. എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഉപദേശി നിങ്ങൾക്ക് പറയാം സന്തോഷിക്കണം. എന്തോ കണ്ടിട്ടാണ് സന്തോഷിക്കുന്നത്? എന്തോ കണ്ടിട്ട് അല്ല സത്യമല്ലേ? എന്തോ കണ്ടിട്ടാണ് സന്തോഷിക്കുന്നത്? നീ നിന്നെ തന്നെ നോക്കിയിരുന്നാൽ ഒരു സന്തോഷം കാണത്തില്ല. രോഗം പിടിച്ച നിന്നെ കാണും, സാധ്യതകളെല്ലാം അവസാനിച്ച നിന്നെ കാണും, നിന്നെ തന്നെ നിനക്ക് തന്നെ ഇഷ്ടമില്ലാത്ത നിന്നെ കാണും. എന്നാൽ നീ നിന്നിലേക്ക് നോക്കാതെ എന്നിലേക്ക് നോക്കിയാൽ അവിടെ ഉയരുന്ന ഒന്നുണ്ട്, എൻ്റെ സമാധാനം. ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ചുറ്റുപാടത്തിലേക്ക് നോക്കാൻ ഒക്കത്തില്ല, ജീവിത സാഹചര്യത്തിലേക്ക് നോക്കാൻ ഒക്കത്തില്ല. എനിക്കാണെങ്കിൽ ചാകാൻ കിടക്കുന്ന ഒരു എന്നും ആഴ്ച 4 ഡയാലിസിസ് ചെയ്യുന്ന ഒരു പെങ്ങൾ, എല്ലാം കൊണ്ടും പ്രതിസന്ധികളുടെ ലോകം എന്ന തുള്ളിച്ചാടി നിൽക്കുന്നത്. ആ സാഹചര്യത്തിലേക്ക് നോക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. സാഹചര്യത്തിനകത്തും ഞങ്ങൾക്ക് നോക്കാൻ ഒരു ഇടമുണ്ട്. അത് യേശു ഉയരത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള സാഹചര്യത്തിലേക്ക് നോക്കിയാൽ നിന്റെ സമാധാനം പോകും. ഇന്നൊന്ന് രാത്രി നീ സാഹചര്യത്തെ നോക്കി അതിനെ പഴി പറഞ്ഞുകൊണ്ടിരുന്ന് കാലം കളിയാതെ സാഹചര്യത്തിൽ നിന്ന് തല ഉയർത്തിക്ക് കർത്താവിലേക്ക് നോക്കിക്ക്. നിന്നിലേക്ക് ഒരു സമാധാനം വെളിപ്പെടും. അവൻ യഹോവ ശാലോ, എൻ്റെ സമാധാനം. സത്യത്തിൽ ഈ മനുഷ്യൻ്റെ പ്രശ്നമല്ല എന്താണ്? ഭയമാണ്. സമാധാനമില്ല. ആർക്കും എന്തോ ഇല്ല, സമാധാനമില്ല. സത്യത്തിൽ അതല്ലേ മനുഷ്യനെ കൊല്ലുന്നത്? മൂർഖനും ചേരയും കൂടെ ഒരു കഥ. മൂർഖനും ചേരയും കൂടെ വെറ്റിവെച്ചു. ആർക്കാണ് വിഷം? മൂർഖൻ പറഞ്ഞു, എനിക്കാണ് വിഷം. ചേര പറഞ്ഞു, പോടാ, നിനക്കല്ല വിഷം, എനിക്കാ വിഷം. എടാ അങ്ങനെ നീ പറയില്ല, പൊട്ടത്തരം പറയാതെ. അന്നാ ശരി, വെറ്റിവെച്ചു. അങ്ങനെ ചേരയും മൂർഖനും കൂടെ വെറ്റിവെച്ചു. ഒരു കഥയാണ്. വേദോസിലെ കാര്യമല്ല, കഥ പറയുന്നതിന് തെറ്റൊന്നും തോന്നുന്നില്ല. യേശു പോലും എങ്ങനെ പറഞ്ഞേ? ഉപമയിലൂടെ സംസാരിച്ചു. അവിടെ വാതുവെപ്പ് ഇതായിരുന്നു. കണ്ടത്തിൻ്റെ അത് നടുക്കൂടെ ഒരു വരമ്പുണ്ട്, ഒരു വഴി. ആ വഴിയിലൂടെ പോകുന്നിടത്തിന് ആദ്യം മൂർഖൻ കടിക്കുന്നു, അയക്കെന്തോ പറ്റുമെന്ന് നോക്കുക. രണ്ടാമത് വരുന്ന ആളെ ചേര കടിക്കുന്നു, അയക്കെന്തോ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ വെളിച്ചത്തിൽ നമുക്ക് പറയാം ആർക്കാണ് വിഷം. സമ്മതിച്ചു. അങ്ങനെ ചേരയും മൂർഖൻ കൂടെ വെറ്റിവെച്ചു. അങ്ങനെ കണ്ടത്തിനടുക്ക് പോയിരുന്നു. ഒരു മനുഷ്യൻ രാത്രിയിൽ കപ്പയും മേടിച്ച് മീനും മേടിച്ച് പോകുമ്പോൾ ഇയാളെ മൂർഖൻ കടിച്ചിട്ട് മൂർഖൻ ഇങ്ങനെ തല വലിച്ച് താപ്പോട്ട് മാറ്റി. ഇയാൾക്ക് എന്തോ പറ്റുമെന്ന് കാണാൻ വേണ്ടി ചേര ഇങ്ങനെ തല പൊക്കി നോക്കി. ഇയാൾ തിരിച്ച് നോക്കിയപ്പോൾ ആരെ കണ്ടു? ചേരയെ കണ്ടു. പന്ന ചേരയെ. കപ്പ ഇനി ഞാൻ രാത്രി എങ്ങനെ തിന്നും? കാരണം ഈ പാമ്പ് കടിച്ചാൽ ഇനി അത്താഴം എന്ത് ചെയ്യാനൊക്കത്തില്ല, കഴിക്കാനൊക്കത്തില്ല. കപ്പയും മേടിച്ച് കഷ്ടപ്പെട്ട് എൻ്റെ അത്താഴം കിട്ടി പന്ന ചേര കടിക്കാൻ കണ്ടത്. അയാൾ കൂളായിട്ട് അങ്ങ് പോയി, ഒന്നും പറ്റിയില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നു. അയാളെ ആരെ കൊത്തിയെന്നറിയാമോ? ചേര കൊത്തിയിട്ട് തല ഇങ്ങനെ വലിച്ചു. ഇയാൾക്ക് എന്തോ പറ്റുമെന്ന് കാണാൻ ആര് തല ഉയർത്തി നോക്കി? മൂർഖൻ. അയാൾ നോക്കിയപ്പോൾ മൂർഖൻ വീണു, ചത്തുപോയി. അന്നേരം കാലിയായി. അപ്പം ചേര പറഞ്ഞു, ആർക്കാ വിഷം? എനിക്കാ വിഷം. സത്യത്തിൽ ചാകാൻ കാര്യം എന്താ? വിഷമാണോ ഭയമാണോ? ഭയമാണ്. ഈ ചേരയെന്ന് കടിച്ചെങ്കിലും മൂർഖനെയാണ് കണ്ടത്. ഇന്ന് രാത്രി പലതിനും കണ്ട് പേടിച്ചിരിക്കുന്നവരെ
സമാധാനം എല്ലാം പോവുകയല്ലേ? ചുറ്റോട് നോക്കിയാൽ വല്ലാത്തൊരു ഭീതിയാണ്. നിന്നിലേക്ക് നോക്കരുത്, കർത്താവിലേക്ക് നോക്കിക്കുക. നിനക്ക് വേണ്ടി ഒരു കർത്താവുണ്ട്. അത് വിശ്വസിക്കുന്ന രാത്രി തല ഉയർത്തി നോക്കിക്കുക. തല ഉയർത്തി കർത്താവിലേക്ക് നോക്കിയാൽ നിൻ്റെ അസമാധാനത്തിൻ്റെ സ്ഥാനത്ത് ഒരു വലിയ സമാധാനം ഉണ്ടാകും. യഹോവ ശാലോം, അവൻ എൻ്റെ സമാധാനം. മനുഷ്യന് സമാധാനമില്ല. ഏറ്റവും വലിയൊരു രോഗമുണ്ട്, ഇൻസോമാനിയ രോഗം. ഉറക്കമില്ല. എത്ര മിടുക്കരാ, കാശുണ്ടായിട്ടും തെറിക്കുന്ന ഡള്ളപ്പെ, എ സിയുടെ കിന്നാരം കേട്ടിട്ടും കറങ്ങുന്ന പങ്കയൊക്കെ കീഴി തെറിക്കുന്ന ഡള്ളപ്പെ. എത്ര രൂപയുടെ ഡള്ളപ്പ, പക്ഷെ ഉറക്കമില്ല. കാരണം സമാധാനമില്ല. അവർ കിടക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നു, അവർ കിടക്കുമ്പം എന്തൊക്കെയോ കേൾക്കുന്നു. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകുന്നു. കാറ് അതിനകത്ത് തന്നെ ഉണ്ടോ? കള്ളം വന്നോ? കാരണം വണ്ടിച്ചോറിൻ്റെ കാല. എന്നാൽ ഞങ്ങൾ പലകപ്പുറത്ത് കിടന്നാലും റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാലും ഉറങ്ങും. ഈ ഉറക്കം ഒറ്റ കാര്യം കൊണ്ടാ, അവൻ എന്നെ നിർഭയനായി വസിക്കും. നീയല്ലോ യഹോവേ എന്നെ ഞാൻ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത അസമാധാനത്തിൻ്റെ ലോകത്ത് ഭക്തൻ പലകക്കട്ടിലെ കിടന്നാൽ ഉറങ്ങുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. എന്താണെന്നറിയാമോ? അവനൊരു സമാധാനമുണ്ട്. ഞാൻ ഉറങ്ങിയാലും ഉറങ്ങാത്ത എൻ്റെ പരിപാലകനുണ്ട്. യഹോവ എൻ്റെ പരിപാലകൻ, അവൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. അതുകൊണ്ടല്ലേ ഉറങ്ങാൻ കഴിയുന്നത്. ഉറങ്ങാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? പേടി കൊണ്ടാണ്. സുഖമായി ഉറങ്ങാൻ കഴിയുന്ന ഒറ്റ ബോധ്യം കൊണ്ടുള്ളത് കൊണ്ടാണ്. ഞാൻ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവം ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാത്തൊരു ദൈവമാണ്. അവൻ ഉറങ്ങാത്ത ദൈവമാണ്. ഇസ്രായേലിൻ്റെ പരിപാലകൻ എന്ന രാത്രി വലിയ ദിവ്യമായൊരു എൻ്റെ സമാധാനം അത് സാഹചര്യം കവരുന്ന സമാധാനമല്ല. മനുഷ്യൻ്റെ എല്ലാ സമാധാനവും ടൈം ബീങ് ആണ്. അതൊരു സ്പേസുമായിട്ടും സാധനങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ ഞങ്ങളുടെ സമാധാനം ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതുകൊണ്ടല്ല. ആ സമാധാനം ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് അതിന് ലോകത്തിനെ മോഷ്ടിക്കാൻ ഒക്കത്തില്ല. ലോകത്തിന് സമ്പത്ത് പോയാലും സാഹചര്യങ്ങളാൽ പ്രതികൂലമായാലും ഭക്തൻ സമാധാനത്തോടെ ഇരിക്കുന്നത് ഒറ്റ ബോധ്യം കൊണ്ടാണ്. അവൻ്റെ സമാധാനത്തിൻ്റെ സോഴ്സ് ഇതൊന്നുമല്ല. സമാധാനം കണ്ടെത്തുന്നത് കർത്താവില. എത്ര പേർക്ക് ഉയരത്തിലേക്ക് നോക്കി ഇന്ന് രാത്രി നിന്നിന്ന് കണ്ണു പറിച്ചേ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊക്കെ പാടുള്ള വിഷയങ്ങൾ കാണുക, നിങ്ങൾക്ക് വല്ലാതെ പേടിയാണോ? ഇന്ന് രാത്രി നിന്നിന്ന് കണ്ണ് പറിക്കണം. നീ നോക്കിയിരിക്കുന്ന ചിലതിൽ നിന്നെല്ലാം കണ്ണ് പറിച്ച് ആ കണ്ണെടുത്തിട്ട് ഒന്ന് നോക്കിക്ക്, കർത്താവിലേക്ക് നോക്കിക്ക്. കർത്താവ് ഇന്ന് രാത്രി നിൻ്റെ ഹൃദയത്തിനകത്തേക്ക് ഒരു വലിയ സമാധാനം വ്യാപരിക്കും. കണ്ണു പൊക്കി നോക്കാമോ? കണ്ണുയർത്തി ഒന്ന് നോക്കാമോ? കണ്ണുയർത്തി ആരിലേക്ക്? നിന്നിലേക്കല്ല, കർത്താവിലേക്ക്. നിന്നിലേക്ക് നോക്കിയാൽ നിനക്ക് എന്തിന് സമാധാനം കണ്ടെത്തും? ഒന്നും കാണാൻ കഴിയത്തില്ല. എന്നാൽ നീ എന്നിലേക്ക് നോക്കുക. കർത്താവ് പറയുന്നു, എന്നിലേക്ക് നോക്കിക്ക്, തല ഉയർത്തി നോക്കിക്ക്. എല്ലാവരും തങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടികൾ ഇന്ന് രാത്രി പ്രകാശിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളിലേക്കല്ല, സാഹചര്യങ്ങളിലേക്കല്ല, കർത്താവിലേക്ക് നോക്കിക്ക്. തല ഉയർത്തി നോക്കാമോ? ഈ കൺവെൻഷൻ്റെ അവസാന രാത്രി കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. നീ നിന്നിലേക്ക് നോക്കരുത്. ദൂതാണിത്. നിന്നിലേക്ക് നോക്കരുത്. ഞാനൊരു ആത്മാ നിയോഗത്തെ ഇന്നുകൊണ്ട് പറയുക, നീ നിന്നിലേക്ക് നോക്കുന്ന കാലം അവസാനിപ്പിക്കുക. നിന്റെ സാധ്യതകളിലേക്കും നിന്റെ ശക്തിയിലേക്കും നിന്റെ കഴിവിലേക്കും നോക്കി പരാജയപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന കാലം മാറ്റിയിട്ട് ഇന്ന് രാത്രി തല ഉയർത്തി നീ എന്നിലേക്ക് നോക്കിക്ക്. കർത്താവ് പറയും, നീ എന്നിലേക്ക് നോക്ക്. ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ കഴിവുകളല്ല എൻ്റെ കഴിവുകൾ, നിന്റെ ചിന്തകളല്ല എൻ്റെ ചിന്ത. ആകാശം ഭൂമിക്ക് മീതെ ഉന്നതമായിരിക്കുന്ന പോലെ എനിക്ക് നിന്നെക്കുറിച്ചൊരു വിചാരമുണ്ട്. ആ വിചാരം നിന്റെ തിന്മയ്ക്കല്ല, അതെൻ്റെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിന്റെ തിന്മയ്ക്കല്ല, അത് നിന്റെ നന്മയ്ക്കാണ് എന്ന് പറയുന്ന കർത്താവ് അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിട്ടില്ല. ആ ദൈവ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് അസമാധാനത്തോടെ, സമാധാനമില്ലാതെ, ഉറക്കമില്ലാതെ വല്ലാതെ വലയുന്ന ചിലരോട് ഇന്ന് രാത്രി കർത്താവ് പറയുക, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മുറിക്കകത്തേക്ക്, നിന്റെ വീടിനകത്തേക്ക് ഇന്ന് രാത്രി ആ നാമത്തെ കൊണ്ട് വെക്കോ. ഒരു വലിയ സമാധാനം വ്യാപരിക്കും. ആ നാമം സമാധാനം തരുന്ന നാമമാണ് യഹോവ ശാലോം. അവൻ സമാധാനം എല്ലാം ഉണ്ടായിട്ട് സമാധാനം അനുഭവിക്കാൻ വഴികൾ തേടി അലയുന്ന ആധുനിക ലോകമേ, നിങ്ങൾക്ക് ഞങ്ങൾ ഒരു നാമത്തെ പരിചയപ്പെടുത്തുക. ആ നാമത്തിൻ്റെ പേര് യഹോവ ശാലോം. അവൻ എൻ്റെ സമാധാനം. ആ സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അത് നാമത്തിൻ്റെ ശക്തിയാണ്. യഹോവ ശാലോം, അവൻ്റെ സമാധാനം. ഇതെല്ലാമായ ദൈവം. ഞാൻ എൻ്റെ വാക്കുകളെ എവിടെയോ ഒന്ന് നിർത്തണമല്ലോ.
ഇതെല്ലാമായ ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം, സന്തോഷം. ഇരയായ ദൈവം, നിസിയായ ദൈവം, എൽസദായ ദൈവം, ഷമ്മയായ ദൈവം, ശാലോമായ ദൈവം, ഈ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവൻ എൻ്റെ ഉള്ളിലുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അവൻ എൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് രാത്രി ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെന്താ? അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. കൂടെ ഇരിക്കുന്ന ഒരു ദൈവം ഇല്ലേ? ആ ദൈവം നമ്മുടെ ദൈവം അല്ലേ? ആ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് എന്താ ഗുണം എന്നറിയാമോ? ആ ദൈവത്തിൻ്റെ പ്രത്യേകത, അവനിതെല്ലാം അറിഞ്ഞ ദൈവം ആയതുകൊണ്ട് അവന് നിന്നെ അറിയാൻ കഴിയും. അവൻ നിന്നെ അറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ദൈവത്തെ ഞങ്ങൾ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പട്ടുടുത്ത് അല്ലെങ്കിൽ വലിയ വെളിച്ചങ്ങളിൽ വലിയ ക്രമീകരണങ്ങളോടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ ഒരു ഒരുക്കങ്ങളുമില്ലാതെ അടിച്ച് തകർക്കപ്പെട്ട് കണ്ടാൽ ആളറിയാതെ അർത്ഥനഗ്നനായി ക്രൂശിൽ കിടക്കുന്ന ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഇന്നും ജനകോടികൾ വരാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവന് ഇത് അറിഞ്ഞവനായതുകൊണ്ട് അവന് നിന്നെ അറിയാനൊക്കും. അതുകൊണ്ടാണ് ഇവൻ്റെ അടുക്കിലേക്ക് ആളുകൾ ഇന്ന് ഓടിക്കൂടുന്നത്. ഈ യേശുവിൻ്റെ പ്രത്യേകത, ഇമ്മാനുവേലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവനിത് അറിയാനൊക്കെ. അറിയുന്ന ദൈവത്തിന് നമ്മളെ അറിയാനൊക്കെ. ദാരിദ്ര്യത്തിന് ഒരു വല്ലാത്ത മണമുണ്ട്, ഒരു വല്ലാത്ത കയ്പുണ്ട്. ഇത് പക്ഷേ സമ്പന്നൻ അറിയത്തില്ല. ഞാൻ എത്രയിടത്ത് ഈ മഴയൊക്കെ വരുമ്പോൾ യേശു വേനലിൻ്റെ ഒക്കെ സമയത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തി കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിപ്പിക്കും, യേശുവേ എട്ടെന്ന് വരണമേ, മഴ വരണമേ, ഞങ്ങളുടെ വേനലിൻ്റെ വറുതി മാറണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമുണ്ട്. അതിനകത്ത് ചിലർ പ്രാർത്ഥിക്കും, കർത്താവേ മഴ പെയ്യല്ലേ, ഈ പ്രാർത്ഥന കേൾക്കരുതേ. എന്താ കാര്യം എന്നറിയാമോ? മഴ പെയ്ത മുഴുവൻ വെള്ളവും അവിടെ വീടിനകത്ത് കയറും. ചോർന്നൊലിക്കുന്ന വീടിനകത്ത് താമസിക്കുന്നവർ, നല്ല വാർത്ത വീടിനകത്ത്, അതിന് മേളിൽ സ്ട്രെസ് ഇട്ടിട്ട് അതിനകത്ത് താമസിക്കുന്നവന് മഴയെന്ന് പറഞ്ഞാൽ ഒറ്റ സന്തോഷമുണ്ട്, AC ഓഫ് ചെയ്യാമല്ലോ, അത്രയും കറണ്ടിൻ്റെ ലാഭമുണ്ട്, അവനതൊരു സുഖമാണ്. എന്നാൽ ഈ ചോർന്നലിക്കുന്നവന് അത് പാടാ. ഇവർ കരയും, ദൈവമേ മഴ പെയ്യല്ലേ. ഇവരോട് ഇവൻ പിണങ്ങത്തില്ല. കാരണം എന്നറിയാമോ? വീടില്ലാത്തവൻ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇവനിത് ഏറെ മനസ്സിലാകും. കാരണം ഇവൻ 33.5 വർഷം വീടില്ലാതെ ജീവിച്ചവന്, മരച്ചില്ലയുടെ കീഴിൽ കിടന്നവന് ഇന്നും അവനെ അറിയാൻ കഴിയും. നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ ഇമ്മാനുവേൽ. അവനോട് നിലവിളിക്കുമ്പോൾ, അവനോട് ചെന്ന് വേദന പറയുമ്പോൾ അവൻ ഇരയായി വെളിപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ ദരിദ്രനായി എല്ലാം ഉണ്ടായിട്ട് മനുഷ്യത്വത്തിൽ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ചവന് ഇന്നും ജനകോടികളെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഇന്ന് ഇല്ലായ്മക്കാരൻ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഇവനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അവൻ വീടില്ലാതെ ജീവിച്ചവന്. ഇന്ന് പ്രിയപ്പെട്ടവർ, വിശപ്പിൻ്റെ വെളി മനുഷ്യൻ അറിയാമോ? അറിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകത, വിശപ്പിൻ്റെ വെളി അറിയത്തില്ല. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അതിനിടയ്ക്ക് സ്നാക്സ്, അതിനിടയ്ക്ക് ഭക്ഷണം, പിന്നെ തോര കഴിപ്പിച്ച് വിശപ്പ് എന്താണെന്ന് അറിയാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത്. എന്നാലും വിശപ്പിന് ഭയങ്കര വിളിയാണ്. ഈ വിശപ്പിൻ്റെ ഏറ്റവും വലിയൊരു വിളിയുടെ സമയം എന്ന് പറയുന്നത് ആ യൗവനത്തിൻ്റെ തീഷ്ണമായ സമയം. അന്നേരത്തെ വിശപ്പെന്നൊക്കെ പറഞ്ഞാൽ കല്ല് തിന്നാലും എന്ത് ചെയ്യും? ദഹിക്കത്തില്ലേ? കല്ല് തിന്നാലും ദഹിക്കും. ഈ എളിവനും കൺവെൻഷൻ നടത്തുന്നതാണ്. കൺവെൻഷൻ നടത്തുമ്പോൾ ഞങ്ങളുടെ കൊച്ചുങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട് പോകും. ഞാൻ വിളിച്ചാൽ എല്ലാവരും വരികയും ചെയ്യും. മക്കളെ പോയേക്കാം, ചാടിക്കയറും, ജീപ്പിലെല്ലാം കയറ്റിക്കൊണ്ടു പോകും. എന്തിനാ? നോട്ടീസ് ഒട്ടിക്കാൻ, ഫ്ലെക്സ് കട്ടാൻ. ഞാനും കൊണ്ടുപോകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ, അച്ചാച്ചാ വരാം, പക്ഷേ ഒറ്റ കാര്യം, ചിലവ് ചെയ്യാമോ? ചിലവ് ചെയ്യാം. ചിലവ് ഇത്രയേ ഉള്ളൂ, തിരിച്ചു വരുമ്പം തട്ടുകട കയറ്റണം. അതിക്കുള്ളൊന്നും ചെയ്യണ്ട, പൈസയൊന്നും കൊടുക്കണ്ട, തട്ടുകട കൊണ്ടുപോയത്. എൻ്റെ പൊന്നെ, ഈവന്മാരെ കൊണ്ടൊക്കെ തട്ടുകടയിൽ പോകുമ്പോൾ ഞാൻ അതിശക്തി പറയല്ല, 25 ദോശ 4 ഡബിൾ ബുൾസേ ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തട്ടുകടക്കാരൻ പിന്നെ കൈ നീട്ടുമ്പോൾ അവൻ്റെ ഒരു മുഖം കാണുന്നത്, എടാ നിനക്ക് പൈസ കിട്ടിയാൽ പോരാ, നീ ഇട്, നിനക്ക് എന്തിനാ? കാരണം അവൻ്റെ ഒരു പ്രായമാണ്. ആ പ്രായം 30ൻ്റെ പ്രായമാണ്. ഈ 30ൻ്റെ പ്രായത്തിൽ ഒരു മനുഷ്യൻ ഉപവസിച്ചു. ഒന്നല്ല, 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ ഞാനും 40 ഇരുന്നിട്ടുണ്ട്. 40 ഇരുന്നപ്പോൾ സത്യം പറയാം, എൻ്റെ കാര്യം 25 കഴിയുമ്പോൾ തൊട്ട് ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, 40 എന്തോ കഴിക്കുന്നെന്ന്. കഞ്ഞി കഴിക്കുന്നു, അപ്പോൾ കഴിക്കും. അന്ന് എല്ലാവർക്കും കറി കൂട്ടാനും ഒക്കെ കൂടുതൽ കൊടുത്താൽ ഞങ്ങളോട് പറയും കഞ്ഞിയെ കുടിക്കാവൂ, കാരണം ചുരുങ്ങിയ കുടൽ വികസിക്കട്ടെ. അതിനുവേണ്ടി ആദ്യം ഇച്ചിരി കഞ്ഞി, പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് ഇച്ചിരി കഞ്ഞി, ഇങ്ങനെ നേരം വെളുക്കോളം കുടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കാര്യം. പിന്നെ 2-3 ദിവസത്തേക്ക് അമ്മയുടെ കരുതൽ എന്തോ കരുതല. ഉപവസിച്ച് കുടലുണങ്ങിയ കൊച്ചനെ കരുതാൻ അമ്മമാർ കാണും. അവരിഷ്ടം പോലെ വാരിക്കൊരുത്തരും ക്ഷീണം മാറ്റാൻ. പക്ഷേ ഒരു 30കാരൻ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ക്ഷീണം മാറ്റാൻ ആരുമില്ലായിരുന്നു.
അപ്പം പിശാച് അടുത്ത് വന്നിട്ട് പറഞ്ഞു, കഴിച്ചോ, കൊണ്ടാക്ക്. അപ്പം എന്തുകൊണ്ട്? കല്ലുകൊണ്ട്. വിശന്നിരിക്കുന്നവൻ ഇറച്ചി കൊടുത്താൽ ദഹിക്കത്തില്ല. അന്നേരം ആ കല്ലുകൊണ്ട് കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞത്. അവൻ അതുകൊണ്ട് ഇന്നും വിശന്നവൻ്റെ അടുക്ക വന്ന അവൻ അപ്പമാകും. അവന് വേണ്ടി അവൻ വെളിപ്പെടും. കാരണം അവൻ വിശന്നവനാ, അവൻ വിശന്നവനാ, അവൻ വിശന്നവനാ, അവൻ വീടില്ലാതെ ജീവിച്ചവനാ. കടം കൊടുക്കാൻ കരങ്ങടയ്ക്കാൻ കാശിൽ വന്ന് ചോദിച്ചപ്പോൾ കാശില്ലാത്തതുകൊണ്ട് ഓടിപ്പോയിട്ട് ഒരു ചൂണ്ടയിട്ട് മീനെ പിടിച്ചിട്ട് അതിൻ്റെ വായിൽ ദ്രഹ്മപ്പണം കൊണ്ട് കരമടച്ചവന് ഇന്ന് മാർച്ച് 31 ജപ്തി നോട്ടീസ് വരുന്നവനോട് എടുക്കട്ടെ, എല്ലാവരും എടുക്കട്ട് കയറി പറയും, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അനുഭവിക്കടാ. പക്ഷെ ഇവനത് പറയത്തില്ല. എൻ്റെ കാര്യം എന്നറിയാമോ? ഇവനും കാശില്ലാതെ ഞെരുങ്ങിയവനാ. ജീവിതത്തിൽ എല്ലാം കൊണ്ടായിട്ട് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ നമ്മൾ നിമിത്തം സമ്പന്നനായിരുന്നിട്ട് നമ്മൾ നിമിത്തം ദാരിദ്ര്യം അനുഭവിച്ച അവന് ഇന്നും ദരിദ്രൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയും. നോക്ക്, അവൻ കാൽവറി കുരിശിൽ കിടക്കുക. അവൻ അവിടുന്ന് ആ പച്ചമനുഷ്യൻ, ദൈവമായ പച്ചമനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോൾ കുറേ കഴിഞ്ഞ ആഴ്ച ആരാധിച്ചില്ല, എന്താ കുരുത്തൊല പിടിച്ച് എല്ലാവരും പറഞ്ഞ് ഓശന്ന ഓശന്ന. ആരാ? അവൻ സ്വന്തക്കാർ, അവൻ്റെ പ്രിയപ്പെട്ടവർ, അവൻ്റെ ബന്ധുക്കാർ. അവരവനോട് പറഞ്ഞു ഓശന്ന 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 എന്ന്. ഈ ഓശന്ന എന്നൊക്കെ പാടി അടുത്ത ദിവസം ആയപ്പോൾ തന്നെ അവനോട് പറയുക, ഞങ്ങൾക്ക് നിന്നെ വേണ്ടാന്ന്. അപ്പോൾ ഈ പീലാത്തോസ് വിജാതീനായിട്ടും വന്നിട്ട് പറഞ്ഞു, അവന് നല്ലവനല്ലേ, ഒരു കാര്യം ചെയ്യുക, അവനെ നമുക്ക് വെറുതെ വിടാം, ബറബാസിനെ ക്രൂശിക്കുക. അവർ പറഞ്ഞു ഇവനെ വേണ്ട, ബറബാസിനെ മതി. എന്തൊരു വാക്കാ, മുഖത്തൊക്കെയാ പറയുന്നത്. ഇവനെ വേണ്ട, ബറബാസിനെ മതിയെന്ന്. ഇവനെ വേണ്ട, ബറബാസിനെ മതി. ഞാൻ മിക്കവാറും ഒരു സമയത്ത് ഫാമിലി കോർട്ടിലൊക്കെ പോയി നിൽക്കുകയായിരുന്നു. എന്താണെന്നറിയാം? മനുഷ്യനെ കാണാൻ വേണ്ടിയാ. അവിടെ ചങ്ക് പൊട്ടുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ചിലപ്പം കോടതി പറയും, കോടതിക്ക് പുറത്തൊക്കെ റിക്കൺസിലേഷൻ നടക്കാൻ വേണ്ടി വക്കീലന്മാരൊക്കെ ചില സാധ്യതകളൊക്കെ നടത്തും. അപ്പം കണ്ടിട്ടുണ്ട് ഈ സ്നേഹിച്ച ഓരോന്നന്മാരുടെ കൂടെയൊക്കെ ഇറങ്ങിപ്പോയ പെൺപിള്ളേർ ഒന്നും രണ്ടും പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേന് ഇതുങ്ങളൊക്കെ അങ്ങ് ക്ഷീണിക്കുമ്പോൾ ഇവൻ അവളെ പോരാ. അപ്പം പുതിയ മേച്ചിപ്പുറം കണ്ടെത്തി ഒരു വരുന്നവന് ഇവിടെ മുഖത്ത് നോക്കി. അപ്പം കാണും കൈ 2 കൊച്ചുള്ള പിള്ളേർ. ഇതുങ്ങൾ അമ്മയുടെ പാവാടത്തുണ്ട്, അല്ലെങ്കിൽ ആ സാരിയെ കയറി കെട്ടിപ്പിട്ടിക്കുക. ഇവിടെ നോക്കിക്കൊണ്ട് എല്ലാവരും എന്തെങ്കിലും സാധ്യത ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ മുഖത്ത് നോക്കി വിളിച്ച് പറയും, ഇതിനെ എനിക്ക് വേണ്ടെന്ന്, ഈ ശവത്തെ എനിക്ക് വേണ്ടെന്ന് എന്ന് പറയുമ്പോൾ അപ്പൻ എന്താ പറയും? പെണ്ണിൻ്റെ അപ്പൻ ഇറങ്ങിപ്പോയതല്ലടി, അനുഭവിക്കുക. ആങ്ങളെയും പറയാം അനുഭവിക്കുക, എല്ലാവരും പറയാം അനുഭവിക്കുക. പക്ഷെ ഇവൻ അറിയാം. കാരണം എന്നറിയാമോ? ഇവൻ്റെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു നിന്നെ വേണ്ട, ബറബാസിനെ മതി. അപ്പോൾ കൂടെ ഒരു പത്രോസ് പറഞ്ഞു, ഇവനെ എനിക്ക് അറിയത്തുപോലും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നും പ്രിയപ്പെട്ടവർ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അവരെ ഇവൻ അറിയാം. കാരണം ഇവൻ അറിഞ്ഞവനായതുകൊണ്ടാണ് ഇന്ന് അറിയാൻ കഴിയുന്നത്. ഞാൻ പരിചയപ്പെടുത്തിയ ഈ നാമം അമൂർത്തമായ ഒരു നാമമല്ല, പച്ച മനുഷ്യനായി 2000 വർഷം മുമ്പ് മനുഷ്യനായി വന്നിട്ട് ഇത് മുഴുവൻ അനുഭവിച്ചവൻ ഇന്ന് രാത്രി പറയുന്നു, നിനക്ക് വേണ്ടി കരുതാൻ ആരുമില്ലെങ്കിൽ ഞാൻ കരുതും. കാരണം ഞാൻ അറിഞ്ഞവനാ, ഞാൻ രോഗം ശീലിച്ചവനാ. അതുകൊണ്ട് നിന്നെ എനിക്ക് അറിയാൻ കഴിയും, നിന്റെ പരാജയത്തെ എനിക്ക് അറിയാൻ കഴിയും. കാരണം ഞാൻ അറിഞ്ഞവനാ. ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു, അറിഞ്ഞ യേശു ആയതുകൊണ്ടാ ഇന്നും ജനകോടികൾ അവൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അറിഞ്ഞ ഒരു യേശു ഇന്ന് രാത്രി പറയുന്നു, എൻ്റെ നാമം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വ്യാപരിക്കുക. കാരണം ഞാൻ അറിഞ്ഞവനാ, ഞാൻ അറിഞ്ഞവനാ, ഞാൻ അറിഞ്ഞവനാ, ഞാൻ അറിഞ്ഞവനാ, ഞാൻ അറിഞ്ഞവനാ. ഞാൻ നിന്റെ പരാജയത്തെ മാറ്റും. ഞാൻ നിന്ദിക്കപ്പെട്ടവനാ, അതുകൊണ്ട് എനിക്ക് നിന്നെ നിന്നെ അറിയാം. ഞാൻ വിശന്നവനാ, അതുകൊണ്ട് എനിക്ക് നിന്റെ വിശപ്പറിയാം. ഞാൻ വീടില്ലാതെ താമസിച്ചവനാ, അതുകൊണ്ടല്ലേ പറവുകൾക്ക് ആകാശമുണ്ട്, ഉണ്ട്, എല്ലാം ഉണ്ട്. എന്ന മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല. അരക്കാശിന് മുതലില്ലാതെ തല ചായ്പാൻ ഇടമില്ലാതെ 33.5 വർഷം ജീവിച്ചവന് ഇവനെ അറിയാൻ കഴിയും. കുറച്ച് ദിവസം മുമ്പ് എറണാകുളം ടൗൺ ഹാളിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ വന്നൊരു സമൂഹം, ഒരു വലിയ സമൂഹം, അത് മുഴുവൻ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല സമൂഹം. ആ സമൂഹത്തോട് ഞാൻ പ്രസംഗിക്കുക. ഞാൻ ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പുറകെ ഇരുന്നുകൊണ്ട് വന്നു, പാസ്റ്റർ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, 3-4 യാചകർ, തറമ്മക്കാരെന്നൊക്കെ നമ്മൾ പറയുന്നവർ ഏറ്റവും പുറകെ വന്നിരിപ്പുണ്ടായിരുന്നു. ഈ യേശുവിനെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ 2 കൈയും നീട്ടി അവർ യേശുവെന്ന് വിളിച്ച് യേശുവിനെ സ്വീകരിച്ചു ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവർക്ക് ഇവനെ അറിയാം, ഇവൻ അവനെ അറിയാം. കാരണം എന്നാണെന്നറിയാമോ? അലഞ്ഞവനെ അറിയാൻ കഴിയും. ആർക്കും വേണ്ടാത്തവൻ ഇവനെ അറിയാൻ കഴിയും. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കേട്ടോ, അയാൾക്കൊരു ശുശ്രൂഷയുണ്ട്. ഒരു ബ്യൂഗിളുമായിട്ട് രാവിലെ ഇറങ്ങും. ഒരു കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസം അറിഞ്ഞപ്പം വീട്ടുകാർ ഇറക്കിപ്പെട്ട അദ്ദേഹം നല്ലപോലെ ബ്യൂഗിൾ വായിക്കുകയും ഒരു ബ്യൂഗിൾ പോലൊരു സാധനം, എന്താണ് ഇവരൊക്കെ ഉണ്ടല്ലോ, ഈ
ഡ്രം സെറ്റൊക്കെ അടിക്കുന്ന അതിൻ്റെ പേരെന്നാ ബാൻഡ് സെറ്റിലൊക്കെ ഇത് വായിക്കുന്ന ഒരു സഹോദരൻ, അവരുടെ കുടുംബപരമായിട്ട് ഇത് വായിക്കുന്നവരാ. തന്നെ ഇറക്കി വിട്ടു, തനിക്കൊരു ശുശ്രൂഷ കുറച്ചാൾ ഇറക്കി വിട്ടപ്പെട്ടവൻ രാവിലെ ഇറങ്ങും ഈ ബ്യൂഗിളും ഈ സാധനമായിട്ട് തൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ഇറങ്ങിയിട്ട് ചങ്ങനാശ്ശേരി, തിരുവല്ല, കോട്ടയം ടൗണുകളിൽ രാവിലെ ഇറങ്ങും. ഒരു 4 ആകുമ്പോൾ ഇറങ്ങിയിട്ട് താൻ പതുക്കെ വായിക്കാൻ തുടങ്ങും. കാകുലുത്ത മലയിൽ നിന്നും വിലാപത്തെയും മാറ്റുലി കേട്ടു, പിന്നെ ക്രൂശിലേറ്റുക. ഇതിങ്ങനെ വായിക്കുമ്പോൾ മുഴുവൻ ആ കടത്തന്നെ കിടന്നുറങ്ങുന്നവർ മുഴുവൻ കയ്യിൽ പറിച്ച് പുതച്ച് കിടക്കുന്നവർ ഇവൻ്റെ ചുറ്റും വന്നിരുന്നിട്ട് യേശുവിനെ കേൾക്കൂ, യേശുവിനെ അറിയൂ, യേശുവെ എന്ന് വിളിക്കൂ. എന്തുകൊണ്ടെന്നറിയാമോ? അവനും അലഞ്ഞവനായതുകൊണ്ട് അവനെ ഇവർക്കറിയാം, ഇവൻ അവരെ അറിയാം. ഇന്ന് രാത്രി നിന്നെ അറിയുന്ന ഒരു യേശു ഉണ്ട്. ആ യേശു അവൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമം. എന്തുകൊണ്ടാണ് ഞങ്ങളത് രുചിച്ചെന്നറിയാമോ? പച്ച മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യന്റെ വേദനകൾക്ക് അകത്തേക്ക് ഇറങ്ങി നിന്ന് അത് മുഴുവൻ അനുഭവിച്ചവൻ പറയുന്നു, നിന്റെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്ത ഒരാളല്ല ഞാനിന്ന് അറിഞ്ഞവനാ. അറിഞ്ഞൊരു യേശു പറയുന്നു, നിന്നെ ഞാൻ കൈവിടത്തില്ല. അവൻ ഇമ്മാനുവേൽ, എൻ്റെ കൂടെയുള്ള ഒരു ദൈവം. എൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ട്, എൻ്റെ ഒരു സഹോദരന്റെ മക്കളാണ്. അവളുടെ അപ്പന് പെട്ടെന്ന് മരിച്ചുപോയി. അത് കഴിഞ്ഞ് കുറേ നാള് അപ്പം മരിച്ചു. ഒരു 6 മാസം കഴിഞ്ഞില്ല അമ്മ മരിക്കും. അമ്മ മരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോ പിടിച്ച് ശ്വാസം മുട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ കുഞ്ഞിൻ്റെ മടിയിലോട്ട് അമ്മ കിടന്നിട്ട് ഓട്ടോക്കാരനോട് പറഞ്ഞു, സഹോദരാ ഞാൻ പോവുക, ഞാൻ മരിക്കുക, എൻ്റെ കുഞ്ഞിനെ എവിടെയെങ്കിലും ഒന്ന് ആക്കിയേക്കണം. ഓട്ടോക്കാരൻ കാണുന്നത് അമ്മയുടെ മടിയിൽ മരിച്ചു കിടക്കുന്ന ഒരു അമ്മ, കുഞ്ഞിൻ്റെ മടിയിൽ മരിച്ചു കിടക്കുന്ന ഒരു അമ്മ. വീണ്ടും 5 പഠിക്കുന്ന കുഞ്ഞ് അനാഥയായി, അപ്പനും അമ്മയും മരിച്ചുപോയി. ആ കുഞ്ഞിൻ്റെ കൂടെയുണ്ട് എൻ്റെ ഒരു കസിൻ്റെ കുഞ്ഞ്. ആ കുഞ്ഞിനോട് ഞാൻ ഉറക്കത്തിൽ പറയും, കൊച്ചെ എഴുന്നേറ്റ് കൊച്ചെ, പപ്പ വന്നില്ല, ഒരു പാട്ട് പാടാമോ? ഉറക്കത്തെ എഴുന്നേപ്പിച്ചാലും അവൾ ചാടി എഴുന്നേറ്റ് ഒരു പാട്ട് പാടും. ആ പാട്ടിതാ, ഇന്നലകളിലെ ജീവിതം ഓർത്താൽ നിൻ കരുതലല്ലാതെ ഒന്നുമേ ഇല്ല, കൂട്ടി വെപ്പാനും ഒന്നുമില്ല, കൂടെ വരാനും ആരെയില്ല. എന്നാൽ എനിക്കറിയാം എൻ്റെ ഭാവിക്കായി നല്ലത് മാത്രം കരുതി വെക്കുന്ന നിന്നെ എനിക്കറിയാം. ഒറ്റ പാട്ട് കൊച്ചിന് പാടാനുള്ളൂ. കാരണം അറിഞ്ഞ ഒരുവനുണ്ട്. ഇന്ന് രാത്രി നിന്നെ അറിഞ്ഞ ഒരു യേശു, അവൻ പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നവനാ. ആ നാമത്തിന്റെ പേര് യഹോവ ഈരേ, ആ നാമത്തിന്റെ പേര് യഹോവ റഫ, ആ നാമത്തിന്റെ പേര് എൽ ശദായി, ആ നാമത്തിന്റെ പേര് യഹോവ നിസി, ആ നാമത്തിന്റെ പേര് യഹോവ ശാലോ, ആ നാമത്തിന്റെ പേര് ഇമ്മാനുവേൽ, ആ നാമത്തിന്റെ പേര് എല്ലാ നാമത്തിലും മേലായ നാമം. ഈ യഹോവയായ ദൈവം മനുഷ്യനെ, യഹോവ തന്നെ പറഞ്ഞു, ഞാൻ നേരിട്ട് വന്ന് അവനെ രക്ഷിക്കും. യേശു എന്നതിന്റെ ആ ചുരുക്കരൂപം നമ്മൾ യേശു എന്ന് വിളിക്കുമ്പോൾ അതിന്റെ മൂലാർത്ഥം ഇതാണ്, യഹോവ എൻ്റെ രക്ഷകൻ. ഈ യഹോവയായ ദൈവം ഒരാൾ വെളിപ്പെട്ടു, ഒരു നാമമായി വെളിപ്പെട്ടു. ആ നാമം യേശു എന്ന നാമം ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യന് വേണ്ടി നൽകപ്പെട്ട നാമം യേശു എന്ന നാമം. ഇന്ന് രാത്രി ആ നാമത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുമ്പോൾ ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന നാമം. സഹോദരാ, പലതും പരാജയപ്പെട്ടോ, പലതും പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടോ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഒരു പരീക്ഷണത്തിനെങ്കിലും നിങ്ങൾ ഈ കേട്ടത് സത്യമെന്ന് വിളിച്ചു നോക്ക്, അനുഭവിക്കാൻ കഴിയും. എവിടെയാണോ അവിടെ ഈ നാമത്തിന്റെ ശക്തി. ഇന്ന് രാത്രി ഈ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ ഇതെന്റെ അനുഭവമാണ്, ഇതെന്റെ സാക്ഷ്യമാണ്, ഇതാണ് എന്നെ ഉയർത്തിയത്, ഇതാണ് എന്നെ നടത്തുന്നതെന്ന് ഉള്ളിൽ പറയാൻ കഴിയുന്നവരല്ല. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് ഹല്ലേലൂയ. ഈ കൺവെൻഷന്റെ അവസാന രാത്രിയിൽ ആ നാമത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കും. അവനിൽ സദായ നിന്റെ സാധ്യത അവസാനിക്കുന്നിടത്ത് ഇത് രാത്രി അവൻ സാധ്യതയാകും. കർത്താവ് എല്ലാ സാധ്യതയും അവസാനിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഇവനോട് പറഞ്ഞ ഈ കർത്താവിനോട് പറഞ്ഞ കർത്താവിന് നിന്നെ അറിയാൻ കഴിയും. നിനക്ക് വേണ്ടി കരുതാൻ ആരുമില്ല. അവനിത് അറിയാം. കാരണം അവന് വേണ്ടി 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ കഞ്ഞി വെച്ച് കൊടുക്കാൻ പോലും ആരുമില്ലായിരുന്നു. കല്ല കൊടുത്ത് 40-കാരൻ 40 ഉപവസിച്ചപ്പോൾ കല്ല കിട്ടിയത്. അതുകൊണ്ട് ഇന്നും നീ അവൻ്റെ അടുത്ത് വന്നാൽ അവൻ തള്ളിക്കളയത്തില്ല. കാരണം അവൻ അറിഞ്ഞവനാ. അവനറിയാമെന്നുള്ള ഉറപ്പുണ്ടോ? ആ അറിഞ്ഞ ദൈവം നിന്റെ ശ്വാസത്തെക്കാൾ അടുത്ത് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ശ്വാസത്തെക്കാൾ അടുത്ത്. ഞങ്ങൾ ആവേശം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കരം നീട്ടി തൊട്ടോ, വിശ്വാസത്തോ തൊട്ടോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ആ നാമത്തിന്റെ ശക്തി വ്യാപരിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കും.
അത് ഞങ്ങളുടെ ഉറപ്പാ. വ്യാപരിക്കും, വ്യാപരിക്കും, വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ അത് വ്യാപരിക്കട്ടെ. എല്ലാ നാമത്തിലും യേശുവിൻ നാമം മധുരം